പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് സ്തോത്രം അർപ്പിക്കാൻ അധികമാണ്. അവൻ ചെയ്തത് നമുക്കറിയാവുന്നതുണ്ട്, നമുക്കറിയാത്തതുണ്ട്. നമ്മെ പറ്റിയുള്ള അവൻ്റെ വിചാരം, നമ്മെ പറ്റിയുള്ള അവൻ്റെ കരുതലുകൾ ഇത് മനോഹരമാണ്. ഹല്ലേലൂയ. ഈ അവസരം നമുക്ക് അവനെ സ്തുതിക്കുവാൻ, അവനെ വാഴ്ത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ നന്മകളും എല്ലാ ക്രിയകളെയും ഓർത്ത് അവനെ സ്തുതിക്കുവാൻ, അവൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ അവനെ ആരാധിക്കുവാനുള്ള നിമിഷങ്ങളാണ്. ഹല്ലേലൂയ. ഏവരും അല്പസമയം അധരങ്ങളെ തുറന്ന് അന്യഭാഷയിൽ സംസാരിച്ച് കർത്താവിനോട് സംസാരിച്ചാട്ടെ. നിന്റെ സ്നേഹം നാഥ എത്ര ആഴമുള്ളത്, ആരായുവാൻ സാധ്യമല്ലത്. അയോഗ്യരായ ഞങ്ങളെ യോഗ്യരാക്കിയ നിന്റെ സ്നേഹമേ, ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഒരുമിച്ച് ചേർന്ന് അവനെ ആഘോഷിക്കാം. Sandane andana yandane andeo. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പാടാം. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു, കാൽവറി മലയിൽ ക്രൂശിൽ മരിച്ചോരു ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ശബ്ദമുയർത്തി. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും
പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു, പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരു രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ രക്ഷകനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. പാടാം ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എൻ്റെ മേൽ വെച്ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ശബ്ദമുയർത്തി കൈകളെ തട്ടി ദൈവത്തിനു സ്തോത്രം സന്തോഷത്തോടുകൂടെ എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ രോഗശയ്യയിൽ എൻ കൂടെ ഇരിക്കുന്ന, രോഗശയ്യയിൽ എൻ കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ രോഗശയ്യയിൽ എൻ കൂടെ ഇരിക്കുന്ന, രോഗശയ്യയിൽ എൻ കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ദൈവത്തിനു
മനസ്സലിയുന്ന കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. കാളുറ്റു സ്നേഹിക്കുന്ന ഓ പെറ്റതള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ പെറ്റതള്ളയേക്കാൾ പെറ്റതള്ളയെ കാളുറ്റു സ്നേഹിക്കുന്ന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓ വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത വൻകൃപയിൽ ഇന്നയോളം കാത്ത ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത ഓ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. ശബ്ദമുയർത്തി ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഓ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഓ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഓ ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ഓ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം ദൈവത്തിനു സ്തോത്രം. ഓല സന്ദേനെ മനസ്സൊന്ദേനെ മങ്ങോനെ എന്നേക്കും. ഓലക്കേന ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും. ഓല കാസെന്തെ നാരാൽദാന കാസെന്തെ ഓല മനസ്സൊന്തെ നിയാനോരിലാന്ദാനാദ ഓലക്കെ ടെലെ അന്ദാന മായാദാന യാസെ മാkola sedana ya doniya torolo o makamande ya konia senderende ola nasendeni ya torolo ola ndeni ya lana sandorele o kana sundele makodere ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ ഓ ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ സ്തുതിപ്പേൻ സ്തുതിപ്പിൻ എന്നു സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. പാടാം സ്തുതിപ്പേൻ സ്തുതിപ്പേൻ ശബ്ദങ്ങൾ ഉയരട്ടെ സ്തുതിഗീതങ്ങൾ ഉയരട്ടെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്തനവൻ എൻ്റെ ഉള്ളിൽ
വന്നതിനാനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഓ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് തൻ്റെ മാർവോടണച്ചിടുമേ. അവൻ വരുന്ന നാളിൽ എൻ്റെ കരം പിടിച്ച് തൻ്റെ മാർവോടണച്ചിടുമേ. ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ഓ ആ സമൂഹമതിൽ അന്നു കർത്തനുമായി ആർത്തുഘോഷിക്കും സന്തോഷത്താൽ. ഓ ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, ഓ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഓ എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. എൻ പാപങ്ങളെ മുറ്റും കഴുകിയിടുവാൻ തൻ ജീവനെ നൽകിയവൻ. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടിതൻ ദൂതരുമായി. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, ആനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഓ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഓ ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ എൻ്റെ സൃഷ്ടികർത്താവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ആനന്ദമേ, 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 മഹാസന്തോഷം നാഥ. ഓ അങ്ങെന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഓ അങ്ങെന്റെ ഉള്ളത്തിൽ വന്നതിനാൽ, എന്താനന്ദമേ, എന്താനന്ദമേ, സന്തോഷമേ, സമാധാനമേ, വെളിച്ചമേ, ആശയേ, പ്രത്യാശയേ, അങ്ങെന്റെ ഉള്ളത്തിൽ വന്നതിനാൽ നാഥ. ഓ നാഥ, നന്ദി, നന്ദി, അങ്ങെന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഓ അങ്ങെന്റെ ഉള്ളത്തിൽ വന്നതിനാൽ.
അപ്പാ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്നേ നശിച്ചു പോയേനെ, ഞങ്ങൾ എന്നേ അഗ്നിക്കിരയായനെ. അപ്പാ ഞങ്ങൾ എന്നേ വലഞ്ഞു പോയേനെ, ഞങ്ങൾ എന്നേ തകർന്നു പോയേനെ, ഞങ്ങൾ എന്നേ നശിച്ചു പോയേനെ. പക്ഷേ നീ ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നതിനാൽ നിന്റെ ജീവൻ, നിന്റെ സമൃദ്ധിയായ ജീവൻ ഞങ്ങളുടെ ഉള്ളത്തിൽ വന്നതിനാൽ നാഥ, അയ്യോ നാഥ, Alanaya soya nana soya nana manana yosenia nana nana saya nana nana masheni asuna shina sina shiketele shana dana nana 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 mayuna nana nana tini ni 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 azana nana nana manana nana 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 ne nana na yo nana na ya dana na yo mayana sende andara moniye. ആനന്ദമേ, പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ആനന്ദമേ, പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. കൺകൾ കോതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ, കോടാകോടിതൂതരുമാ. ഓ വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ, കോടാകോടിതൂതരുമാ. ആനന്ദമേ, ആനന്ദമേ, പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാൽ, ഈ പാർത്തലത്തിൽ സൃഷ്ടികർത്താനവൻ എൻ്റെ ഉള്ളത്തിൽ
എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. प्रभु यीशु मसीह के नाम में आप सभी को प्रेम भरा वंदन. JRH കുടുംബത്തിലുള്ള എല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JRH परिवार के सभी लोगों को इस सेवकाई में हम स्वागत करते हैं. നമുക്കൊരുമിച്ച് ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और परमेश्वर की गीत गाकर उसकी स्तुति करने का जो मौका हमको मिला, इसके लिए हम परमेश्वर को धन्यवाद देते हैं. വർഷിപ്പ് ടീമിനെ ദൈവം അതിശക്തമായിട്ട് നമ്മുടെ നടുവിൽ ഉപയോഗിച്ചു. आराधना के टीम को परमेश्वर ने बहुत सामर्थ्य रूप से उपयोग किया. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और मैं पूर्ण तरीके से विश्वास करता हूँ कि आप परमेश्वर की उपस्थिति को अनुभव कर रहे हो. ഓരോ നിമിഷവും നമുക്ക് ലഭിക്കുമ്പോൾ കർത്താവിനെ കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കുക. हर एक क्षण जब हमको मिलता है, हम परमेश्वर को और भी जानने के लिए उस मौके को यूज करें. കർത്താവിനെ എത്രത്തോളം അറിയുന്നു അത് നമ്മുടെ കരുത്താണ്. हम जितना ज्यादा परमेश्वर को जानेंगे उतना ज्यादा हम बलवंत होते जाते हैं. നമ്മൾ കർത്താവിനെ എത്രത്തോളം അറിയുന്നു അത്രത്തോളം നമ്മൾ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്. हम जितना ज्यादा परमेश्वर को जानते हैं उतना ज्यादा हम दुनिया के रिश्ते से अलग हो रहे हैं. നമ്മൾ ദൈവത്തെ എത്രത്തോളം ഗ്രഹിക്കുമോ അത്രത്തോളം നമ്മൾ സ്വർഗവുമായിട്ട് കണക്റ്റ് ആകും. हम जितना ज्यादा परमेश्वर को जानेंगे उतना ज्यादा हम स्वर्ग के साथ जुड़े पाएंगे. നമ്മൾ ദൈവത്തെ എത്രത്തോളം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ സ്വർഗവുമായിട്ട് കണക്റ്റ് ആകും. हम जितना ज्यादा परमेश्वर को समझेंगे उतना ज्यादा हम स्वर्ग के साथ जुड़ पाएंगे. ഈ ലോകത്തെ ജയിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയിലൊന്ന് നമ്മുടെ ദൈവത്തെ മാക്സിമം അറിയുക എന്നുള്ളതാണ്. और इस दुनिया को जीतने का सबसे बड़ा जो विषय ये है कि हम सबसे ज़्यादा परमेश्वर को समझें. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. मैं विश्वास करता हूँ कि आप समझ पा रहे हैं जो मैं कह रहा हूँ. നമ്മൾ ഒരിക്കലും കർത്താവിൽ എന്തുണ്ടെന്നല്ല അറിയാൻ ശ്രമിക്കേണ്ടത്, കർത്താവ് ആരാണെന്ന് അറിയാൻ ശ്രമിക്കണം. हम कभी भी परमेश्वर के अंदर क्या है वो जानने के लिए नहीं, पर परमेश्वर कौन है ये जानने के लिए परिश्रम करें. കർത്താവിൽ നിന്ന് ലഭിക്കുന്ന സൗഖ്യം, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ, കർത്താവിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതറിയുന്നത് തെറ്റല്ല, ഇതറിയുന്നത് നല്ല കാര്യമാണ്. परमेश्वर के द्वारा आने वाली चंगाई, भलाई, आशीष, ये सब जानना गलत बात नहीं है, वो सब अच्छी बातें हैं. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, पर एक बात आपको जानना है, അതിനേക്കാളൊക്കെ എത്രയോ മഹത്വകരമാണ് കർത്താവ് ആരാണെന്നറിയുക. पर उससे भी कितनी महिमा भरी एक बात है उस परमेश्वर को समझ लेना. ആമേൻ. നിങ്ങൾ എത്രത്തോളം കർത്താവിനെ അറിയാൻ ശ്രമിക്കുമോ അത്രത്തോളം നിങ്ങൾ കർത്താവിനോട് സമനാകാൻ, കർത്താവിൻ്റെ ഭാവത്തോട്, കർത്താവിൻ്റെ സ്വഭാവത്തോട് നിങ്ങൾ അനുരൂപരാകാൻ തുടങ്ങും. आप जितना ज़्यादा परमेश्वर को समझना शुरुआत करोगे उतना ज़्यादा आप परमेश्वर के मनोभाव से, परमेश्वर के स्वभाव से और रूप के साथ आप मेल खाने लगोगे. കർത്താവിൻ്റെ സൗഖ്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളൊരു ആരോഗ്യമുള്ള ശരീരത്തിനുടമയാകും. परमेश्वर को चंगाई को आप जानोगे तो आपका एक आरोग्य भरा हुआ शरीर आपको मिलेगा. കർത്താവ് തരുന്ന നന്മകൾ നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ഒരു ജീവിതം നയിക്കാൻ പറ്റും.
आप परमेश्वर के द्वारा आने वाले भलाइयों को जानना चाहोगे तो इस धरती पर आप एक बहुत ही अच्छा जिंदगी जी पाओगे। എന്നാൽ കർത്താവിനെ നിങ്ങൾ ആഴത്തിൽ അറിയാൻ തുടങ്ങിയാൽ पर आप परमेश्वर को जब गहराई से समझना शुरुआत करोगे, കർത്താവിൽ ഉള്ള ദൈവത്വത്തിൻ്റെ പൂർണ്ണത നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ, परमेश्वर के अंदर जो देविकता है, जब आप उसको पूर्णता में समझना शुरुआत करोगे, കർത്താവിലുള്ള ദൈവേഷ്ടങ്ങളെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ, परमेश्वर के अंदर जो परमेश्वर की इच्छाएं है, जब आप वो समझना शुरुआत करोगे, കർത്താവ് നമുക്ക് നൽകിയ സ്നേഹത്തെ നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ, परमेश्वर ने हमको दिया हुआ उसके प्रेम को जब आप समझना शुरुआत करोगे, കർത്താവിൻ്റെ ഈ ഭൂമിയിലോട്ടുള്ള വരവിൻ്റെ ഉദ്ദേശം നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ, परमेश्वर का इस धरती पर आने के पीछे का उद्देश्य आप जब समझना शुरुआत करोगे, കർത്താവ് പിതാവായ ദൈവത്തോട് നമ്മളെ നിരപ്പിക്കുവാൻ അല്ലെങ്കിൽ അടുപ്പിക്കുവാൻ കാണിക്കുന്ന കർത്താവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾ അറിയാൻ ശ്രമിച്ചാൽ, और यीशु मसीह पिता परमेश्वर के हमें करीब लाने के पीछे वो जो उद्देश्य है, जब आप वो जानोगे, അതൊന്ന് നിന്നെ വ്യത്യസ്തനാക്കും, एक बात वो आपको अनोखा बना देगा, രണ്ട് അത് നിന്നെ ജയാളിയാക്കും, दूसरा वो आपको जयवंत बना देगा, മൂന്ന് ഈ ലോകത്തിന് നിന്നെ ജയിക്കാൻ പറ്റത്തില്ല, तीसरी बात ये दुनिया आप पर जीत नहीं पा सकती, നാല് സ്വർഗത്തിലേക്കുള്ള സ്വർഗീയ സ്ഥലങ്ങളിലേക്കുള്ള നിന്റെ പ്രവേശനം ഈസിയാകും, स्वर्गीय स्तरों पर आपका प्रवेश और आसान हो जाएगा, അഞ്ച് നിങ്ങൾ ദൈവത്തിൽ പെർഫെക്റ്റായി മാറും. और पांचवी बात आप परमेश्वर में और सिद्ध बन जाओगे। അപ്പം നിങ്ങൾ തീരുമാനിക്കണം, കർത്താവിൽ ഉള്ളതറിയണോ അതോ കർത്താവിനെ അറിയണോ. तो ये आपको निर्णय लेना है कि क्या आपको परमेश्वर के अंदर जो है वो जानना है या परमेश्वर को खुद जान लेना है। നിങ്ങൾക്കത് പിടികിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. मैं विश्वास करता हूँ कि आप समझ पाए। അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം വ്യത്യസ്തമായിരിക്കണം. इसलिए हमारी इच्छाएं जो है अलग होनी चाहिए। നമുക്ക് സൗഖ്യം ആവശ്യമായിരിക്കും, हमको चंगाई की जरूरत होगी, വിടുതൽ ആവശ്യമായിരിക്കും, हमको छुटकारे की जरूरत നന്മ होगी, ആവശ്യമായിരിക്കും. भलाई की जरूरत होगी। ഇതൊക്കെ ആവശ്യമായിരിക്കുമ്പോൾ തന്നെ അത് ദൈവത്തോട് ചോദിക്കുന്നത് തെറ്റല്ല. ये सब जब हमारी जरूरतें हैं, वो परमेश्वर से पूछना गलत बात नहीं है। നിങ്ങളത് ധൈര്യത്തോടെ ചോദിക്കണം. आप धैर्य के साथ वो पूछिए, പക്ഷെ അത് മാത്രമാകരുത് നമ്മുടെ ആഗ്രഹം. पर सिर्फ वो ही बातें हमारी इच्छाएं बनकर नहीं रह जानी चाहिए। ആമേൻ. അത് മാത്രമാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ अगर सिर्फ ये ही बातें हमारी इच्छाएं हैं, നമ്മുടെ ജഡം പലപ്പോഴും പ്രബലപ്പെടാൻ സാധ്യതയുണ്ട്. हमारा शरीर जो है, जड़ जो है, वो और भी सामर्थ्य होने की संभवता है। നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ പലപ്പോഴും നമ്മളെ ഒത്തിരി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അറിയാൻ ശ്രമിക്കുന്നതായിരിക്കും. हमारी शरीर की इच्छाएं जो है परमेश्वर के कार्यों को ज्यादा जानने के बारे में हो। ഞാൻ ഇച്ചിരൂടെ ക്ലിയർ ആക്കാം. और स्पष्ट रूप से നമ്മുടെ बताता हूं, ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവിൽ നിന്ന് എന്ത് കിട്ടുമെന്ന്. हमारी शरीर का ये इच्छा है कि परमेश्वर से मुझे क्या मिलेगा। ആമേൻ. ഒന്നുകൂടെ പറയുന്നു, और एक बार कहता ഈ हूं, ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ലോകവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കിട്ടും കർത്താവിൽ നിന്ന് എന്നറിയാനാണ് നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹം. हम जब इस दुनिया में हैं तो हमारे शरीर का ये इच्छा होता है कि ये दुनिया के हिसाब का क्या बातें मुझे परमेश्वर से मिल सकता है। ഈ ലോകത്തിൽ എന്തെല്ലാം കിട്ടുമോ അതെല്ലാം കർത്താവിൽ നിന്ന് മേടിക്കാൻ വ്യഗ്രതയോടെ നമ്മളെ നിർബന്ധിക്കുന്ന ഒന്നാണ് നമ്മുടെ ജഡം. ये दुनिया में जो भी मिल सकता है उस सभी बातों को प्राप्त करने के लिए बहुत ज्यादा उत्तेजित रहने वाला बात है हमारी शरीर की ഞാൻ ഈ इच्छा। പറഞ്ഞ പിടികെട്ടി കാണും. मैं विश्वास करता हूँ कि आप समझ पाए। അങ്ങനെ അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ वैसा अगर हम प्राप्त करते रहे, ജഡം ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല. शरीर कभी भी हमारे नियंत्रण में नहीं रहेगा। ജഡം ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. शरीर अपने इच्छाओं में आगे बढ़ते रहेगा। ജഡം ജഡത്തിൻ്റെ ഇഷ്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് ഈസിയായിട്ട് മറയാൻ നമ്മുടെ ജഡത്തിൽ കഴിയും. शरीर जब अपने इच्छाओं में आगे बढ़ते जाता है, शैतान के तंत्र बहुत आसानी से उसके अंदर छिप कर रह सकते हैं। നമ്മുടെ ജഡം എത്രത്തോളം ബലപ്പെടുന്നു അത്രത്തോളം പിശാചിന് പ്രതീക്ഷയാണ്.
हमारा शरीर जितना ज्यादा बल प्राप्त करता है उतना ज्यादा शैतान को वो उम्मीदें लाता है। ഞാൻ അതിനെ കൂടുതൽ തൊടാൻ ആഗ്രഹിക്കുന്നില്ല. उस विषय को अभी ज्यादा नहीं छूऊंगा। പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, एक बात समझिए, നമ്മുടെ ആത്മാവിന്റെ ആഗ്രഹം, हमारी आत्मा की इच्छा, കാരണം നമ്മുടെ ആത്മാവ് കർത്താവിൽ നിന്ന് വന്നതാണ്. क्योंकि हमारी आत्मा परमेश्वर से आई है। ആമേൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ पाए? ഈ ദിവസങ്ങളിലെ ദൂതുകളിൽ നിങ്ങൾക്ക് അത് പിടി കിട്ടി കാണും. इन दिनों के वाणियों के द्वारा आपने इस बात को समझा होगा। ദൈവത്തിന്റെ ആത്മാവിരിക്കുന്ന നമ്മുടെ ആത്മാവ് അത് കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. तो परमेश्वर की आत्मा जो हमारे आत्मा के अंदर निवास है वो परमेश्वर से हमारे पास आई है। ഒന്നുകൂടെ ഞാൻ പറയുന്നു, और एक बार कहता हूँ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ഇരിക്കുന്നത് നമ്മുടെ ആത്മാവിലാണ്. परमेश्वर की आत्मा जो हमारे अंदर आती है वो हमारे आत्मा के अंदर बैठती है, നമ്മുടെ ആത്മാവ് കർത്താവിൽ നിന്ന് കിട്ടിയതാണ്. और हमारी आत्मा हमको परमेश्वर से मिली है। ആമേൻ. അപ്പൊ കർത്താവിൽ നിന്ന് കിട്ടിയ ആത്മാവിന് കർത്താവിനെ അറിയുന്നതാണ് ഇഷ്ടം. तो वो आत्मा जो परमेश्वर से आई है वो परमेश्वर के बारे में जानने के लिए और अच्छा लगता है, इच्छा करती है। നമ്മുടെ ആത്മാവ് കർത്താവിനെ അറിയാനുള്ള കൊതിയിലേക്ക് എപ്പോഴും കയറാനാണ് അതിനകത്ത് ദൈവാത്മാവിനെ കൊണ്ടുവച്ചേക്കുന്നത്. तो हमारी आत्मा सदा समय परमेश्वर को जानते रहे उस भूख में रहने के लिए हम उसके अंदर पवित्र आत्मा को निवास कराया है। ഞാൻ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ पाए? അപ്പൊ നമ്മുടെ ആത്മാവ് ശക്തിയുള്ളതാണെങ്കിൽ, अगर हमारी आत्मा सामर्थ्य है, എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി നല്ലൊരു ബന്ധമുള്ളതാണെങ്കിൽ, उसका अर्थ हमारी आत्मा पवित्र आत्मा के साथ अगर एक दृढ़ रिश्ते में है, കൂടുതൽ നമ്മുടെ കൊതി കർത്താവിനെ കുറിച്ചായിരിക്കും. हमारी ज्यादा भर इच्छाएं परमेश्वर के प्रति होंगी। ആമേൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ അപ്പൊ पाए? കൊതി നടക്കേണ്ടത് നമ്മുടെ ദേഹിയിലാണ്. तो ये भूख जो है वो हमारे प्राण में होनी चाहिए। ആമേൻ. आमेन। അവിടെയാണ് മനസ്സും ഹൃദയവും ഉള്ളത്. और उस प्राण के अंदर मन और हृदय है। അപ്പൊ നമ്മുടെ മനസ്സും ഹൃദയവും കർത്താവിനെ കുറിച്ച് അന്വേഷിക്കുന്നെങ്കിൽ, കർത്താവിനെ അറിയാൻ ശ്രമിക്കുന്നെങ്കിൽ, അതിൻ്റെ അർത്ഥം നിന്റെ ആത്മാവും ദൈവാത്മാവും നല്ല ബന്ധത്തിലാണ്. अगर आपका मन और हृदय परमेश्वर के बारे में ज्यादा जानने के लिए इच्छा कर रहे हैं, उसका अर्थ ये है कि आपका आत्मा का पवित्र आत्मा के साथ बहुत अच्छा रिश्ता है। ഞാൻ പറഞ്ഞ പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? क्या आप समझ पा रहे हो? ഒന്നുകൂടെ പറഞ്ഞാൽ, और एक बार कहे तो ആത്മീകമായ കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും നമ്മുടെ ഹൃദയവും മനസ്സും ഏറ്റവും കൂടുതൽ വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ അവനെ ഭരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. आत्मिक विषयों के बारे में समझने के लिए, ग्रहण करने के लिए, अनुभव करने के लिए अगर एक व्यक्ति का मन और हृदय ज्यादा भूखा हो रहा है तो उसका अर्थ उसके ऊपर पवित्र आत्मा का नियंत्रण है। ആമേൻ. आमेन। ചിലപ്പോൾ ഇതത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ദൂതായിരിക്കത്തില്ല, शायद ये वाणी आपको बहुत ज्यादा पसंद नहीं आती होगी, പക്ഷേ ഇതൊരു വലിയ കരുത്തിൻ്റെ ദൂതാണ്. पर ये बहुत सामर्थ्य देने वाला एक वाणी है। നിങ്ങൾ ഇത് ഗ്രഹിക്കണം. ये आप ग्रहण करना। നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം കേൾക്കുമ്പോഴറിയാം നമ്മൾ ആത്മീയനാണോ അതോ ജഡികനാണോ. परमेश्वर से हम जो सवाल पूछते हैं उसके आधार पर समझता है कि क्या हम भौमिक व्यक्ति है या आत्मिक व्यक्ति है। ആമേൻ. നമ്മൾ കൂടുതലും ലോകത്തിൽ വേണ്ട കാര്യങ്ങളും ശരീരത്തിനു വേണ്ട കാര്യങ്ങളും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ കൂടുതൽ ജഡത്തിൽ ബലപ്പെട്ടവനാണ്. हम अगर परमेश्वर से इस भूमि के बातों के बारे में या आप जो है इस भूमि से और कुछ बातों को प्राप्त करने के लिए या आपके शरीर की इच्छाओं के लिए आप पूछ रहे हैं तो उसका अर्थ आपके शरीर में ज्यादा प्रभाव डालते हैं और वो आप पर नियंत्रण रखता है। അപ്പോൾ നിങ്ങൾ ജഡത്തിൽ ശക്തനാണ്. तो उसका मतलब आप शरीर में बलवंत हो। ആമേൻ. आमेन। ഇതെല്ലാം ആവശ്യമുള്ളപ്പോൾ തന്നെ
जब ये सब बातों की जब जरूरतें हैं, ഇതിനേക്കാൾ അധികം നിങ്ങൾ ആത്മീയ കാര്യങ്ങൾ, കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് കൊതി കൂടുതലാണ്, വ്യഗ്രത കൂടുതലാണെങ്കിൽ നിന്റെ അകത്തെ മനുഷ്യൻ, അതായത് നിന്റെ ആത്മമണ്ഡലം ശക്തമാണ്. पर ये सब जब जरूरतें हैं, पर उसके ऊपर जब आपकी इच्छाएं, आपका भूख आत्मिक तौर पर बढ़ने के लिए, परमेश्वर को जानने के लिए और अगर अनुभव करने के लिए है, तो आपका अंदर का व्यक्ति जो है आत्मिक स्तर परमेश्वर से जुड़ा है और प्रभावित है. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, क्या मैं आपसे एक बात पूछूं? ഒരു ദിവസത്തിൽ എത്ര സമയം നിങ്ങൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കും? एक दिन में आप कितना समय परमेश्वर के बारे में सोचते हो? കർത്താവ് എന്ത് തരുമെന്ന് ചിന്തിക്കുന്ന കാര്യമല്ല. मैंने ये नहीं पूछा कि परमेश्वर क्या देगा उसके बारे में आप सोचे क्या. നിങ്ങൾ പോയി പ്രാർത്ഥിക്കുന്ന ടൈമല്ല ഞാൻ ചോദിച്ചത്. आप जाके परमेश्वर से प्रार्थना करने के बारे में नहीं पूछा. കർത്താവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന സമയം, परमेश्वर के बारे में आप सोचने वाला समय. എൻ്റെ മമ്മിയെ എനിക്കറിയാം. मेरी माँ को मैं जानता हूँ. മമ്മി എപ്പോഴും വന്ന് വെച്ചാൽ രാവിലെ ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്താ. तो मम्मी आके मुझे पूछती है कि ब्रेकफास्ट क्या है. എന്താന്ന് ചോദിച്ചു വെച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ മമ്മി ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവരും. तो क्या है पूछती है, पर कुछ समय बाद वो खुद ही ब्रेकफास्ट ला कर देती है. അത് കഴിയുന്നുണ്ട് ചോദിക്കും ഇനി ഉച്ചയ്ക്ക് എന്തുവാ, ലഞ്ച് എന്തുവാ. उसके बाद वो पूछती है कि अब दोपहर को क्या खाएंगे लंच के लिए. മമ്മിയുടെ ചിന്ത അതാണ്. मम्मी का जो सोच है वो इसके अंदर है. പക്ഷെ ഉച്ചയാകുമ്പോൾ ബെസ്റ്റ് ലഞ്ച് കൊണ്ടുവരും. पर दोपहर को बहुत उत्तम लंच लेकर वो आती है. ലഞ്ച് കഴിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ ചോദിക്കും ഇനി ഡിന്നർ എന്തുവാ. लंच के बाद कुछ समय के बाद वो पूछते हैं कि रात को डिनर में क्या खाएंगे. മമ്മി ഡിന്നർ ബെസ്റ്റ് ഡിന്നർ കൊണ്ടുവരും. और सबसे उत्तम डिनर लेकर वो आती പക്ഷെ എന്നും മമ്മി ഇതിങ്ങനെ ചോദിക്കാറുണ്ട്. है. पर हर दिन मेरी माँ वो पूछती है ऐसा. അപ്പൊ എനിക്ക് അതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലായി. उसमें से मुझे एक बात समझ में आया. ഈ മമ്മയുടെ ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് വീട്ടിൽ ആഹാരം വെക്കുക എന്നുള്ളത്. तो ये मेरी माँ का एक जिम्मेदारी बन गया है कि वो घर में खाना बना ले. അത് മമ്മി ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തം. और वो जिम्मेदारी उन्होंने अपने आप में स्वीकार അതുകൊണ്ട് किया है. ഏറ്റവും ബെസ്റ്റ് മമ്മിക്ക് കൊടുക്കണം എന്ന് ആഗ്രഹം. तो मम्मी का ये इच्छा है कि सबसे उत्तम मैं करूँ उसमें. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് തരിക, അത് മമ്മിയുടെ ആഗ്രഹം. तो ये मेरी माँ का इच्छा है कि हमको जो पसंद है वो हमको दिया जाए. അതുകൊണ്ട് മമ്മി അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. तो मेरी मम्मी उसके बारे में सोचते ही रहती है. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുക, इसलिए मैं आपको पूछना चाहता हूँ, നിങ്ങൾ ഒരു ദിവസം എത്ര സമയം കർത്താവിനെ കുറിച്ച് ചിന്തിക്കും? एक दिन में आप परमेश्वर के बारे में कितना समय याद करते हो? ആമേൻ. ഓഫീസിലാണെങ്കിൽ जब आप ऑफिस में हो, ഓഫീസിലെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി സമയം ചിന്തിക്കും. तो ऑफिस के काम के बारे में आप बहुत समय के लिए सोचते हो. വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി ചിന്തിക്കും. जब आप घर पे हो तो घर के बातों के बारे में आप बहुत ज्यादा सोचते ले। हो. सही है या नहीं? പക്ഷെ എൻ്റെ ചോദ്യം, पर मेरा सवाल, ഏറ്റവും കൂടുതൽ സമയം നിന്റെ കൂടെ ഉള്ളതാരാ? आपके साथ सबसे ज्यादा समय कौन है? റിയാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ സമയം നിന്റെ കൂടെ ചെലവിടുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. वास्तविकता में आपके साथ सबसे ज्यादा समय प्रभु यीशु मसीह बिताते हैं. പക്ഷെ ഏറ്റവും കുറച്ച് സമയം നീ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. पर सबसे कम समय ही आप परमेश्वर के बारे में सोचते हो. ഞാൻ പറഞ്ഞ പിടികിട്ടിയോ? क्या आप समझ पाए? ആമേൻ. आमीन, आमीन. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സമയം, അത് പറഞ്ഞതിനേക്കാൾ ഇച്ചിരൂടെ നല്ലത്, എല്ലാ നിമിഷവും നിന്റെ കൂടെയുള്ളത് ഒറ്റ ഒരാളാണ്, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. इस धरती पर सदा समय नहीं, पर सबसे ज्यादा समय सिर्फ आपके साथ वो एक व्यक्ति होता है, वो प्रभु यीशु मसीह है. ഞാൻ ഈ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ पाए? 9 മണിക്കൂറും മാത്രം നീ ചെലവിടുന്ന ഓഫീസിനെ കുറിച്ച് നിനക്ക് എത്ര സമയം ചിന്തിക്കാൻ കഴിയുന്നു? आप ऑफिस में जो 9 घंटा बिताते हो उस जगह के बारे में आप कितना ज्यादा सोचते हो? നിന്റെ വീട്ടിൽ ചെലവിടുന്ന മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. और आप നീ എത്രത്തോളം ഭവനത്തെ കുറിച്ച് ചിന്തിക്കും? और आप आपके घर में कुछ घंटे ही बिताते हो, पर आपके घर के बारे में आप कितना ज्यादा सोचते हो? നിനക്കിത് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു.
विश्वास करता हूं कि आप समझ पाए। എന്നാൽ നീ അമ്മയുടെ ഉദരത്തിനകത്ത് പിണ്ണാകാരമാകുന്നതിന് മുമ്പ് തുടങ്ങിയ, നിന്നെ നോക്കി തുടങ്ങിയ, നിന്നെ സംരക്ഷിച്ചു തുടങ്ങിയ, നിനക്കു വേണ്ടി കെയർ ചെയ്ത് തുടങ്ങിയ ഒരുവനുണ്ട്. ഇന്നും അവനത് തുടരുന്നു, നാളെയും അവനത് തുടരും. നിന്നെ നിത്യതയിൽ എത്തിക്കുന്നിടം വരെയും അവനുണ്ട്, നിത്യതയിലും നിന്നോടൊപ്പം ഉണ്ട്. ഇത്രയും കാലം നിന്നോടൊപ്പമുള്ള, ഒരിക്കലും മാറാതെ പിരിയാതെ നിൽക്കുന്ന കർത്താവിനെ നീ എത്രത്തോളം ഓർക്കാറുണ്ട്? और वो परमेश्वर जिसने आपको आपके माँ के कोख में आप उत्पन्न होने से पहले ही आपको देखा, आपको संभाला, आप पर उसकी दृष्टि बनाए रखी, और वो कल भी करेगा, वो अनंत काल तक करते रहेगा, अनंत काल में भी वो आपके साथ रहेगा। इतना ज्यादा आपके साथ रहने वाला परमेश्वर के बारे में आपने कितना समय लिया सोचने के लिए? അവൻ നിനക്ക് വേണ്ടി മരിച്ചു, वो आपके लिए मरा, അവൻ നിനക്ക് വേണ്ടി മനുഷ്യനായി, वो आपके लिए मनुष्य बन गया, അവൻ നിനക്ക് വേണ്ടി അടിയേറ്റു, वो आपके लिए मार खाया, അവൻ നിനക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടു, वो आपके लिए निंदा को അവൻ स्वीकार നിനക്ക് किया, വേണ്ടി ത്യജിക്കപ്പെട്ടു. वो आपके लिए वो त्याग हुआ। എന്താണ് ഇനി അവൻ ചെയ്യേണ്ടത്? इससे और ज्यादा वो क्या आपके लिए करना है? ഒന്നുപോലും ബാക്കി വെക്കാതെ സകലതും നിനക്ക് വേണ്ടി നിവർത്തിച്ച കർത്താവ് നിവർത്തിച്ചിട്ടും നിന്നെ വിടുന്നില്ല, നിന്റെ കൂടെ. सारे बातों को पूर्तिकरण में लाकर, पूर्तिकरण करने के बाद भी वो परमेश्वर आपको छोड़ नहीं रहा, वो आपके साथ है। ഞാൻ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ पाए? കാരണം വേദോസം പറഞ്ഞു അവൻ സകലതും നിവർത്തിയാക്കി. क्योंकि वचन कहता है कि परमेश्वर ने सब कुछ पूर्तिकरण में लाया। നിവർത്തിയാക്കിയിട്ടും നിന്നെ ഉപേക്ഷിക്കാതെ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് നിന്റെ കൂടെ ചെലവിടുന്ന കർത്താവിനെ നീ എത്രത്തോളം ഓർക്കുന്നുണ്ട്? पूर्तिकरण में लाकर भी वो परमेश्वर आप ही के साथ है, और उसने कहा कि दुनिया के अंत तक मैं तुझे अकेला नहीं छोड़ूंगा, मैं तेरे साथ रहूंगा। ये कहने वाले परमेश्वर के साथ तुमने कितना समय बिताया? Mighty Lord, എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകും? कितने लोगों को ये वाणी समझ में आ रही है? എനിക്ക് വേദോസം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. जब मैंने वचन को पढ़ा मुझे एक बात समझ में आई, കർത്താവിൻ്റെ സ്വഭാവത്തിൽ ഒന്നാണ് നമ്മുടെ കൂടെ വസിക്കാന്നുള്ളത്. हमारे साथ निवास करना ये परमेश्वर के स्वभावों में से एक है। ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് കർത്താവിന് എന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ലേ. मैंने बहुत बार ऐसे सोचा है, क्या परमेश्वर कभी अकेला नहीं रह सकते? എൻ്റെ പൊട്ടബുദ്ധി തോന്നിയത് കേട്ടോ. मेरे जो है मेरे छोटे दिमाग में मुझे ऐसा सोच आया था, പക്ഷേ അഗാപ്പെ അങ്ങനെ पर ये अगापे ऐसा ही है। നമ്മളെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്തൊരു സ്നേഹം, हमसे अलग होकर रह नहीं सकता ऐसा एक प्रेम, നമ്മളെ തനിച്ചു വിട്ടിട്ട് നിൽക്കാൻ ഇഷ്ടമില്ലാത്ത हमें ഒരു ദൈവം. हमें अकेला छोड़कर हमसे अलग रुकने की इच्छा नहीं करने वाला एक परमेश्वर का प्रेम। അതുകൊണ്ടാണ് വേദോസം പറയുന്നത് അവൻ്റെ മഹത്വം, അവൻ്റെ സാന്നിധ്യം എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നു. इसके लिए वचन कहता है कि इस परमेश्वर की महिमा और उपस्थिति हर जगह पर भरी है। അതുകൊണ്ട് ദൈവത്തിന്റെ പേരെന്താ? ഓംനിപോട്ടന്റ്. इसके लिए परमेश्वर का नाम क्या है? कि वो सर्वव्यापी है। അതിന്റെ കറക്റ്റ് വാക്കിന് സർവസമീപസ്ഥൻ. और उसका सही अर्थ ये है कि वो सर्व समीप, हमारे बहुत करीब रहने वाला എന്ന് परमेश्वर। പറഞ്ഞാൽ അത്രയും ചേർന്ന് നിൽക്കാൻ അവന് മാത്രമേ കഴിയൂ. वाह, उसका अर्थ ये है कि इतना ज्यादा करीब सिर्फ वो ही रह सकता है। അതാണ് കർത്താവിന്റെ നാമം. वो है परमेश्वर का नाम। എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാവും? कितने लोग ये समझ पाए? കർത്താവിനെ ചിന്തിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? परमेश्वर के बारे में सोचे बिना हम कैसे जी सकते हैं? നമ്മൾ അവനെക്കുറിച്ച് ചിന്തിക്കാത്ത സമയങ്ങൾ നമ്മൾ അവനെ മറന്നതിന് തുല്യമാണ്.
हम उस परमेश्वर के बारे में ना सोचने वाला समय हम उस परमेश्वर को भूल गए उस समय के समान है। നമ്മളെ ഓർക്കാത്ത ഒരു സെക്കൻഡ് ദൈവത്തിനില്ല. परमेश्वर हमारे बारे में नहीं सोचता, ऐसा एक सेकंड नहीं है। നിങ്ങൾ ചുമ്മാ ഇത് കേട്ടു വിടരുത് ഈ ദൂത്. इस वाणी को आप सिर्फ सुनकर ना छोड़ दे। ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുന്നു, और स्पष्ट रूप से कहता हूं, നമ്മളെ ഓർക്കാത്ത ഒരു നിമിഷം കർത്താവിനില്ല. हमारे बारे में सोचने के नहीं सोचने वाला एक भी क्षण परमेश्वर की जिंदगी में नहीं। നമ്മളാണ് എപ്പോഴും അവന്. परमेश्वर के सोच में हर वक्त हम ही है। എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാവും? कितने लोग इस वाणी को समझ पा रहे हैं? ആമേൻ. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ആമേൻ ഒരു നിമിഷം കർത്താവിനോട് നിങ്ങൾ കണക്റ്റ് ആണ്. आप जिस जगह पर हो वहां पर रहकर परमेश्वर से एक क्षण में एक बार कनेक्ट हो जाइए। കർത്താവിനെ നമ്മൾ ഓർക്കാതെ പോയ, കർത്താവിനെ നമ്മൾ അന്വേഷിക്കാത്ത, കർത്താവിനെ നമ്മൾ ചിന്തിക്കാത്ത നിമിഷങ്ങൾ അവനെ മറന്നതിന് തുല്യമാണ്. हम परमेश्वर के बारे में नहीं सोचने वाला समय, हम परमेश्वर की नहीं खोज नहीं करने वाला समय, परमेश्वर के पास हम नहीं जाने वाला समय उसको भूलने के समय के समान है। കർത്താവിന്റെ സ്വഭാവം എന്താ? परमेश्वर का स्वभाव क्या है? സിമ്പിളി നിങ്ങൾ നോക്കിക്കേ. एक सरल रूप से ഇത് देखिए। 1000 പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് തൃപ്തി വരത്തില്ല. ये बात मैं 1000 बार कहूँ फिर भी मैं तृप्त नहीं हूँ। ഞാൻ ഒരു കാര്യം പറയട്ടെ. एक बात मैं कहता हूँ, ആദ്യത്തെ മനുഷ്യനെ ഭൂമിക്ക് അവതരിപ്പിച്ചിട്ട്, ഭൂമിയിൽ ജനിപ്പിച്ചിട്ട്, അവനെ എന്നും വെയിലാറുമ്പോൾ വന്ന് കാണുന്ന ദൈവസ്നേഹം, पहले मनुष्य को इस धरती में उत्पन्न करके जन्म देकर हर शाम को उस मनुष्य को मिलने आने वाला परमेश्वर का प्रेम। കർത്താവ് എന്താ പറഞ്ഞേ? परमेश्वर ने क्या कहा? സൃഷ്ടിപ്പി നോക്കിട്ട് പറഞ്ഞു എല്ലാം നല്ലതാ. सृष्टि को सब देखकर कहा कि ये सब अच्छा है। മനുഷ്യനെ ഉണ്ടാക്കിയിട്ടും പറഞ്ഞു നല്ലതാ. मनुष्य का भी सृष्टि किया और कहा कि ये भी अच्छा है। ഇനിയും എൻ്റെ ഒരു ആത്മാവിലൊരു ചിന്തയോടെ ഞാൻ പറയാം. मेरे आत्मा में आया हुआ एक सोच में आपसे कहता हूँ। ആദമിനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു ഏകനായി ഇരിക്കുന്നത് നന്നല്ല. आदम को देखकर परमेश्वर ने कहा तू अकेले रहना ये अच्छी बात नहीं है। അതിനെന്താ ദൈവം ചെയ്തത്? इसलिए परमेश्वर ने क्या किया? അവൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാൻ ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തു. आदम के साथ सदा समय रहने के लिए परमेश्वर ने एक स्त्री को बना कर दी। ഇനി എൻ്റെ ചോദ്യം, अभी मेरा सवाल, ഈ സ്ത്രീക്ക് ആരുടെ സ്വരൂപമാ? इस स्त्री के अंदर किसका स्वरूप है? ആദമിന്റെ സ്വരൂപം എന്നല്ല പറഞ്ഞേ. आदम का स्वरूप है ऐसा नहीं कहा। ആമേൻ. या എത്ര പേർക്ക് മനസ്സിലാവും? कितने लोग समझ पा रहे हैं? ദൈവം പറഞ്ഞു അവരെ ആണും പെണ്ണുമായി സൃഷ്ടിക്കണം, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. परमेश्वर ने कहा कि हम उन्हें पुरुष और स्त्री करके बनाएंगे, सृष्टि करेंगे और वो हमारे स्वरूप और हमारे जो है रूप में वो रहेंगे। അപ്പൊ എൻ്റെ ചോദ്യം, मेरा सवाल, ആദമിന്റെ സ്വരൂപമല്ല ഹവ്വയ്ക്ക് ദൈവത്തിന്റെ സ്വരൂപം. हवा को आदम का स्वरूप नहीं है पर परमेश्वर का स्वरूप दिया गया है। ആദം ഹവ്വയെ കാണുമ്പോൾ എപ്പോഴും ആരെ ഓർക്കണം? तो आदम जब भी हवा को देखेगा तो वो उसे किसकी याद आनी चाहिए? ദൈവത്തെ കുറിച്ച്. परमेश्वर के बारे में। ദൈവത്തിന്റെ മനുഷ്യനോടുള്ള ബന്ധം നോക്കിക്കേ. परमेश्वर को उस मनुष्य के साथ जो रिश्ता है उस पर ध्यान दीजिए। ആമേൻ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? कितने लोग ये समझ पा रहे हैं? അപ്പോൾ ദൈവം ആഗ്രഹിച്ചതെന്താ? മനുഷ്യർ തമ്മിൽ തമ്മിൽ കാണുമ്പോഴും അവർ ആരെ കാണണം? ദൈവത്തെ കാണണം. परमेश्वर की ये इच्छा थी कि मनुष्य जब आपस में भी देखेंगे तो वो किसको देखे? वो परमेश्वर को देख पाए। ഒരു എക്സാമ്പിൾ ഞാൻ തരാം. एक उदाहरण मैं दूंगा। ദൈവത്തിൻ്റെ കൂടെ 40 ദിവസം മോശ ഇരുന്നിട്ട് ഇറങ്ങി വന്നപ്പോൾ परमेश्वर के साथ 40 दिन मूसा पर्वत पर बैठने के बाद जब नीचे उतर आया, മോശയുടെ മുഖം ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറഞ്ഞു.
मूसा का मुख जो है परमेश्वर के तेज से भर गए। ജനം കണ്ടതെന്താ? लोगों ने क्या देखा? മോശയെ കണ്ടെന്നല്ല പറയുന്നത്. ऐसा नहीं कहा कि मूसा को देखा, മോശയുടെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. मूसा के मुख को परमेश्वर के स्वर्गदूत के जैसे देखा। അതിന്റെ കാരണം എന്താ? उसका कारण क्या? അവർക്ക് ദൈവത്തെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. क्योंकि उन्होंने अभी तक परमेश्वर को नहीं देख पाए। മോശയെ ഇറക്കി വിട്ട് ദൈവം കാണിക്കാൻ ആഗ്രഹിച്ച ദൈവത്തെയാ. मूसा को वहां से उतार कर लाया, परमेश्वर ये दिखाना चाहता था कि परमेश्वर कैसे दिखता है। മോശയുടെ മുഖത്ത് വന്നത് ദൂതന്റെ തേജസ്സല്ല. मूसा के मुख पर कोई स्वर्गदूत का महिमा नहीं आया, പകരം മോശയുടെ മുഖത്ത് വന്നത് ദൈവത്തിന്റെ തേജസ്സാ. और मूसा के मुख पर परमेश्वर का तेज आया। യേശു കർത്താവ് പുതിയ നിയമ സഭയ്ക്ക് കൈമാറിയ തേജസ്സിന്റെ നിഴലാണ് മോശയുടെ മുഖത്ത് വന്നത്. नए करार में यीशु मसीह ने कलीसिया को जो महिमा दिया है, उस तेज की परछाई मूसा के मुख पर പുതിയ देखा। നിയമത്തിലെ സഭയുടെ മഹത്വം എന്ന് പറയുന്നത്, തേജസ് എന്ന് പറയുന്ന കർത്താവാ. नए करार के कलीसिया का तेज मतलब वो प्रभु यीशु मसीह है। അപ്പൊ യേശുവിന്റെ മഹത്വത്തിന്റെ നിഴലാണ് മോശയുടെ മുഖത്ത് കണ്ടത്. तो यीशु मसीह के महिमा का परछाई मूसा के मुख पर हमने देखा। അപ്പോൾ അവർ ദൈവത്തിന്റെ മഹത്വം ജനം കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവര് പറയുന്നത് ദൂതന്റെ മഹത്വമാണെന്ന്. तो ये लोग परमेश्वर के महिमा को देखना चाहते थे, पर वो कह रहे हैं कि ये स्वर्गदूत का तेज അപ്പൊ है। നിങ്ങളൊന്ന് ചിന്തിച്ചേ, तो सोचिए, ആദം എപ്പോഴും ഹവ്വയെ കാണുമ്പോൾ ഹവ്വയിൽ ദൈവത്തിന്റെ സ്വരൂപം കാണണമെന്ന് ദൈവം ആഗ്രഹിച്ചു. तो आदम जब भी हव्वा को देखेगा, परमेश्वर की ये इच्छा था कि हव्वा के अंदर के परमेश्वर के स्वरूप को वो देख पाए। എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും, ഒരു സെക്കൻഡ് പോലും അബ്രാം ദൈവത്തെ മറക്കാൻ പാടില്ല. ഇതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. और इसका अर्थ जो है, अब्राहम कभी भी परमेश्वर को भूल ना पाए, ये थी परमेश्वर की इच्छा। എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? कितने लोग इस वाणी को समझ पा रहे हैं? ആദമിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ആദമിനോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ മുഖം ആദമിന്റെ കണ്ണിലുണ്ട്. आदम से बातें करने वाला, आदम के साथ जो है मिलजुलने वाला, वो परमेश्वर का मुख उसके सामने है। वाव! ആ മുഖമകത്തുള്ള ആദം എന്തുകൊണ്ട് ഹവ്വ സംസാരിച്ചപ്പോൾ ദൈവത്തെ അറിഞ്ഞ് ഓർത്തില്ല? ये मुख जिस आदम के अंदर है, जब उस हव्वा ने बात किया, आदम ने उस हव्वा को समझ क्यों नहीं पाया? वो അവൻ ഹവ്വയിൽ കാണുന്നത് ദൈവത്തിന്റെ മുഖമല്ല. क्योंकि आदम हव्वा के अंदर परमेश्वर के मुख को नहीं देख रहा। ദൈവത്തെ ഓർക്കേണ്ട സമയത്ത് അവൻ ഓർത്തില്ല. वो परमेश्वर को जब याद करना था, उसने याद नहीं किया। ദൈവത്തെ ഓർത്തായിരുന്നുവെങ്കിൽ ദൈവ ശബ്ദത്തെ അവൻ ഓർത്തേനെ. अगर उसने परमेश्वर को याद किया होता, तो वो परमेश्वर के आवाज को भी याद किया होता। എന്നാൽ അവൻ ദൈവത്തെ ഓർത്തു എപ്പോഴാണെന്നറിയോ? വെയിലറിയപ്പോ. पर उसने परमेश्वर को याद किया कभी? शाम के समय पर। പിടികിട്ടുന്നുണ്ടോ? क्या आप समझ पा रहे हो? ദൈവം തോട്ടത്തിൽ ഇല്ലാഞ്ഞപ്പോൾ അവൻ ദൈവത്തെ ഓർത്തില്ല. परमेश्वर जब वाटिका में नहीं थे, तभी उसने परमेश्वर को नहीं याद किया। എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? कितने लोग समझ पा रहे हैं? ദൈവം ആക്ഷരികമായി തോട്ടത്തിൽ ഇല്ലാത്തപ്പോഴും ദൈവത്തെ ഓർക്കാൻ വേണ്ടിയാണ് ഹവ്വയെ കൊടുത്തത്. परमेश्वर जब व्यक्त रूप से वास्तविकता में वाटिका में नहीं है, तभी भी उस परमेश्वर को याद करने के लिए आदम को हव्वा दी गई थी। ആമേൻ. आमीन। അങ്ങനെയെങ്കിൽ वैसा है तो ആദം ഹവ്വയോട് അകന്നിരുന്ന സമയവും ഹവ്വ ആദമിനോട് അകന്നിരുന്ന സമയത്തിനിടയിൽ അവർ ദൈവത്തെ മറന്നു. आदम हव्वा से जब दूर था और हव्वा जब आदम से दूर था, उस समय में वो परमेश्वर को भूल गए। അവർ ഒരുമിച്ചിരിക്കണമെന്ന് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്. इसके लिए परमेश्वर ने कहा कि उन दोनों को एक साथ रहना है। ഒന്നുകൂടെ പറഞ്ഞാൽ
और गहराई അവര് से कहा है। പിരിയരുതെന്ന് പറഞ്ഞ എന്തിനാ? वो अलग ना हो ये क्यों कहा गया था? ദൈവത്തെ ഒരിക്കലും മറക്കാതിരിക്കാൻ, ताकि वो परमेश्वर को कभी भूल ना पाए, ദൈവത്തെ തിരസ്കരിക്കാതിരിക്കാൻ. ताकि वो परमेश्वर का कभी तिरस्कार ना कर पाए। ആദം ഹവ്വയിൽ നിന്ന് അകന്നിരുന്നപ്പോൾ, ഹവ്വ ആദമിൽ നിന്ന് അകന്നിരുന്നപ്പോൾ അവർ ദൈവത്തെ മറന്നു എന്ന് പറഞ്ഞാൽ ദൈവ ശബ്ദത്തെ മറന്നു. जब आदम हवा से दूर रहा और जब हवा आदम से दूर रहा, वो परमेश्वर के बारे में भूल गए। उसका मतलब वो परमेश्वर के वाणी के बारे में भूल गए। ഇപ്പൊ നമ്മളിലേക്കൊന്നും തിരിഞ്ഞു നോക്കിക്കേ. हम अपने आप के और जरा मुड़ के देखेंगे। കർത്താവ് നമ്മളിലുണ്ട്, परमेश्वर हमारे अंदर है, കർത്താവ് നമ്മുടെ കൂടുണ്ട്. परमेश्वर हमारे साथ है। പലപ്പോഴും നമ്മൾ അത് ഓർക്കാതെ ജീവിക്കുന്നത്. बहुत बार हम उसे याद रखे बिना जी रहे നമ്മൾ हैं। കർത്താവിനെ ചിന്തിക്കുന്നേ ഇല്ല. हम परमेश्वर के बारे में सोच भी नहीं रहे। കർത്താവിനെ ചിന്തിക്കാഞ്ഞതുകൊണ്ട് അവന്റെ ശബ്ദങ്ങളെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. परमेश्वर के बारे में हम सोच नहीं रहे, इसलिए हम उसके आवाज के वाणी के बारे में भूल जाते हैं। എത്രത്തോളം ദൈവശബ്ദം നമ്മൾ മറക്കുന്നോ അത്രത്തോളം നമ്മൾ തോൽക്കാൻ സാധ്യത കൂടുതലാണ്. जितना ज्यादा परमेश्वर के वाणियों को हम भूल जाएंगे, उतना ज्यादा हारने की संभावनाएं हमारे अंदर ज्यादा है। എന്ന് പറഞ്ഞാൽ എത്രത്തോളം നീ ദൈവത്തെ ഓർക്കാതിരിക്കുമോ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമോ അത്രത്തോളം നിനക്ക് തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. जितना ज्यादा आप परमेश्वर के बारे में याद नहीं रखोगे, जितना ज्यादा आप परमेश्वर के बारे में सोचना छोड़ दोगे, उतना ज्यादा आपके अंदर हारने की संभावनाएं ज्यादा है। എത്ര പേർക്ക് മനസ്സിലാവും? कितने लोग समझ അപ്പൊ पा रहे हैं? ദൈവത്തിന്റെ കൊതി എന്താ? परमेश्वर की इच्छा क्या है? 24 മണിക്കൂറും 365 ദിവസവും നമ്മൾ അവനിലായിരിക്കണം, അവനെ ഓർത്ത് അവനെക്കുറിച്ച് ചിന്തിച്ച് അവനോടൊപ്പം ആയിരിക്കണം. परमेश्वर की ये इच्छा है कि 24 घंटे 365 दिन हम इस परमेश्वर में निवास करें, उस परमेश्वर के बारे में सोचते रहे, हमारी सोच सब उस पर ही केंद्रित रहे। അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? उसका अर्थ क्या है? സ്വർഗം നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നല്ലേ? उसका अर्थ ये है कि परमेश्वर ये चाहता है कि उस स्वर्ग को आपके करीब लाए। നമ്മുടെ ദൈവം എവിടെ ഉണ്ടോ അതാ സ്വർഗം. हमारा परमेश्वर जहां है वो है स्वर्ग। അതുകൊണ്ടല്ലേ യേശു പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ. इसलिए यीशु मसीह ने जब प्रार्थना सिखाया, उन्होंने कहा कि ये प्रार्थना करो कि आप परमेश्वर का राज्य आ जाए। യേശു എന്താ പറഞ്ഞു? यीशु ने क्या कहा? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. परमेश्वर का राज्य तुम्हारे बीच में है। അപ്പൊ അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? യേശു കർത്താവിൻ്റെ വരവോടുകൂടി നമ്മളിലേക്ക്, യേശു കർത്താവിൻ്റെ വരവോടുകൂടി ദൈവരാജ്യം നമ്മളിലേക്ക് വരുന്നത് ഈസിയായെന്നല്ലേ? यीशु मसीह हमारे अंदर आने के द्वारा वो परमेश्वर का राज्य हमारे अंदर आने के लिए आसान मार्ग हो गया। എത്ര പേർക്ക് മനസ്സിലാവും? कितने लोग समझ पाए? യേശു ഈ ഭൂമിയിലേക്ക് വന്നതോടുകൂടി, यीशु मसीह इस धरती पर आने से, യേശു നമ്മിൽ വസിക്കാൻ തുടങ്ങിയതോടുകൂടി, यीशु मसीह हमारे अंदर निवास करने से ദൈവരാജ്യം നമ്മളിൽ വന്നെന്നല്ലേ? നമ്മുടെ മുൻപിലെത്തി, നമ്മളിലെത്തി എന്നല്ലേ? उसका अर्थ ये है कि परमेश्वर का राज्य हमारे सामने आ गया, हमारे अंदर आ गया है। എത്ര പേർക്ക് മനസ്സിലാവും? कितने लोग समझ पा रहे हैं? അപ്പൊ യേശു കർത്താവിന് ദൈവത്തെ ഒന്ന് ചിന്തിച്ചേ. तो परमेश्वर के बारे में जरा सोचिए। ആദമിൽ കർത്താവ് ആദമിനെ തേടി വരുന്നു. तो आदम में परमेश्वर आदम को ढूंढ कर आ रहा है। എന്നും വെയിലാറും हर शाम को ആദമിനെ തേടി വരുന്നു. उस आदम को ढूंढ के परमेश्वर आ रहे हैं। തുടക്കം ദൈവം അങ്ങനായിരുന്നു. शुरुआत में परमेश्वर वैसे थे, എന്നാൽ അബ്രഹാമിലെത്തിയപ്പോഴത്തേക്കും ദൈവം അത് മാറ്റം വരുത്തി. पर जब इब्राहिम का समय आया, परमेश्वर ने उसमें बदलावट लाया। അതിൻ്റെ വ്യത്യാസം പറയാം, നിങ്ങൾ ഗ്രഹിക്കണം. उसके अंतर को मैं आपको समझा कर देता हूं। തോട്ടത്തിൽ
എന്നും അന്വേഷിച്ചു വരുന്ന ഒരു ദൈവത്തെ കാണാം. वाटिका में हर दिन उसको खोज कर आने वाले एक परमेश्वर को हम എന്നാൽ देखते हैं. തോട്ടത്തിൽ നിന്ന് ആദം പുറത്തു വന്നപ്പോൾ, पर जिस दिन वाटिका से आदम बाहर निकल गया, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നു? क्या आप समझ पा रहे हो? തോട്ടത്തിലെ വരവ് ദൈവം നിർത്തി. वाटिका में आने का परमेश्वर ने रोक दिया. പിന്നെ ഒഫീഷ്യൽ ഒരു വരവിന്റെ ആവശ്യമില്ല. फिर वहां पर अधिकार से आने की आगमन की कोई जरूरत नहीं थी. ആരാധിക്കുമ്പോൾ അവിടെ ഉണ്ട്. आराधना के समय वहां पर है. ഹാബേൽ ആരാധിച്ചെടുത്തുണ്ടായിരുന്നു. हाबेल ने जब आराधना समर्पित किया वहां पर परमेश्वर थे. പരാജയപ്പെട്ട കൈൻ്റെ അടുക്ക വന്നല്ലോ. पराजित हुए कैन के सामने परमेश्वर आए. വന്നിട്ട് ചോദിക്കുന്നില്ല, നിന്റെ സഹോദരൻ എവിടെ? परमेश्वर ने पूछा कि तेरा भाई कहां पर है. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? മാനവകുലത്തെ ഏദനിൽ നിന്ന് പുറത്താക്കിയിട്ട് മാനവകുലത്തോടൊപ്പം ചെലവിടുന്ന ഒരു അപ്പനെ നമുക്ക് ബൈബിളിൽ കാണാം. मानवता को वाटिका से बाहर लाया और मानवता के साथ उस वाटिका के बाहर समय बिताने वाले एक पिता को हम देखते हैं. അപ്പൊ അതിന്റെ അർത്ഥം, उसका अर्थ, ഏദനിലുള്ളവന് ഒരു ഒഫീഷ്യൽ വിസിറ്റിന് ആവശ്യമുള്ളൂ. तो एदन के अंदर जो है सिर्फ उसके लिए ही ऑफिशियल आगमन की जरूरत है. പക്ഷെ ഏദന് പുറത്ത് ഒഫീഷ്യൽ വിസിറ്റ് പോരാ. അവന് എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. पर एदन के बाहर जो है सिर्फ उसके लिए ऑफिशियल आगमन की जरूरत जो है काफी नहीं है. हर समय उसके साथ निवास करना. തോറ്റവനെ ഏദന് പുറത്ത്, क्योंकि एदन के बाहर पराजित हुआ व्यक्ति है. തോറ്റവനെ തള്ളിക്കളഞ്ഞവനല്ല നമ്മുടെ ദൈവം. हारा हुआ व्यक्ति को तिरस्कार किया हुआ परमेश्वर नहीं है हमारा പകരം परमेश्वर. അവനെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പനാണ് ഏദന് പുറത്ത്. पर एदन के वाटिका के बाहर उसे फिर से जीतने के लिए पुनर्स्थापित करने वाला एक पिता है हमारा परमेश्वर. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരുവനെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഒഫീഷ്യൽ വിസിറ്റ് നടത്തിയാൽ പോരാ, അവന്റെ കൂടെ സദാകാലം വേണം. तो अगर एक व्यक्ति को फिर से जीत कर पुनर्स्थापित करना है तो ऑफिशियल आगमन जो है काफी नहीं, सदा समय उसके साथ ആ रहना पड़ेगा. ദൈവത്തെയാണ് നമ്മൾ ഏദന് പുറത്ത് കണ്ടു തുടങ്ങുന്നത്. और एदन वाटिका के बाहर हम इस परमेश्वर को देखना शुरुआत करते हैं. ഹാനോക്കിനോട് ചോദിച്ചേ, आप हानोक से पूछिए. 24 മണിക്കൂറും 24 घंटे 365 ദിവസവും 365 അവൻ ദൈവത്തിന്റെ കൂടെ ആയിരുന്നു. वो परमेश्वर के साथ था. അപ്പം ഫുൾ ടൈം അവൈലബിൾ ആയ ദൈവം. तो सदा समय उपलब्ध रहने वाला परमेश्वर. നമ്മൾ ഏദനിൽ ഒഫീഷ്യലി വരുന്ന ദൈവത്തെയാകണ്ടേ. एदन वाटिका में सिर्फ ऑफिशियली आने वाले एक परमेश्वर को हम എന്നാൽ देखते हैं. ഹാനോക്കിനോട് ചോദിക്കും, ഇത് ഒഫീഷ്യൽ അല്ല, पर हानोक से पूछोगे तो ये एक ऑफिशियल ഇത് विजिट नहीं എനിക്ക് है. എപ്പോഴും അവൈലബിളാ. ये मेरे लिए हर वक्त उपलब्ध है. നോഹയോട് ചോദിച്ചാൽ പറയും, എന്റെ സകല പ്രയത്നങ്ങളിലും എന്റെ കൂടെ ഇരിക്കുന്ന ദൈവം. नुआ से आप पूछोगे वो कहेगा मेरे हर मेहनत में मेरे साथ रहने वाला परमेश्वर. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാവും? कितने लोग इस वाणी को समझ पा रहे हैं? താങ്ക് യു ലോർഡ്. എന്റെ ജനം ഈ ദൂത് ഗ്രഹിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. मेरे बच्चे इस वाणी को ग्रहण कर रहे हैं, मैं विश्वास करता हूं. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, एक बात समझिए, ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ടെങ്കിൽ, अगर जिंदगी में आपका पराजय आया है, ജീവിതത്തിൽ നിനക്ക് തോൽവികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, आपके जिंदगी में अगर आपको हार अनुभव हुई നീ है, പാപത്തിൽ വസിച്ചൊരു കാലം നിനക്കുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, आप पाप में निवास किए ऐसा एक समय आपका था, ये अगर आपको निश्चय है, നിനക്കൊരു ഒഫീഷ്യൽ വിസിറ്റ് പോരാ. आपको सिर्फ एक ऑफिशियल विजिट काफी नहीं है. നിനക്ക് 24 മണിക്കൂർ 365 ദിവസവും അവന്റെ സാന്നിധ്യം ആവശ്യമാ. आपको 24 घंटे 365 दिन उस परमेश्वर की उपस्थिति की जरूरत है. അതുകൊണ്ട് അവൻ നിന്റെ അപ്പനായി എപ്പോഴും നിന്റെ കൂടുണ്ടെന്ന്. इसलिए वो आपका पिता बनकर आपके साथ सदा समय है. എത്ര പേരുടെ അകത്തോട്ട് ഈ ദൂത് കയറുന്നുണ്ട്? कितने लोग के हृदय में ये वाणी प्रवेश कर पा रही है? നീ പറയ അവനോട്, आप कहिए परमेश्वर से. അപ്പൊ നീ ഇല്ലാതെ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല.
पिता तेरे अलावा मैं ये जीत नहीं पाऊंगा। നീ ഇല്ലാത്ത ഒരു സെക്കൻഡ് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. आपके अलावा एक सेकंड भी मैं सोच नहीं सकता। നീ അവൈലബിൾ ആയിട്ടും പലപ്പോഴും ഞാൻ തയ്യാറല്ലായിരുന്നു. आप उपलब्ध थे पर बहुत समय मैं तैयार नहीं था। ഓ, എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നു? कितने लोग इस वाणी को समझ पा रहे हैं? നമ്മളല്ലേ അവനെ മറന്നത്? हमने उस परमेश्वर को നമ്മളല്ലേ അവനെ പലപ്പോഴും ഓർക്കാതിരുന്നത്? हम उस परमेश्वर को याद नहीं किए। നമ്മുടെ ചിന്തകളിൽ പലപ്പോഴും അവൻ ഇല്ലായിരുന്നല്ലോ. हमारे सोच में बहुत बार वो परमेश्वर नहीं थे, പക്ഷെ അവൻ നമുക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. पर वो परमेश्वर हमको एक निर्णय निश्चय देता है। ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, मैं तेरा तिरस्कार ഞാൻ नहीं നിന്നെ करूंगा, കൈവിടത്തില്ല, मैं तेरा साथ ഞാൻ नहीं നിന്നെ छोड़ूंगा, മറക്കത്തില്ല. मैं तुझे नहीं അതിന്റെ भूलूंगा। കാരണം എന്താണെന്നറിയോ? कारण क्या है? നിനക്ക് അവനെ ആവശ്യമാണ്. क्योंकि तुझे उस परमेश्वर की जरूरत കാരണം है। നീ തോൽക്കപ്പെട്ട ഭൂമിയില, क्योंकि तुम हारे हुए इस भूमि में നീ हो, ശപിക്കപ്പെട്ട ഭൂമിയില, तुम इस श्रापित भूमि में हो। പിശാച് ചതിച്ച ഭൂമിയില. നീ शैतान ने जो है धोखा दिया हुआ भूमि में हो आप। പിശാച് അധീനത്തിൽ വെക്കാൻ ശ്രമിക്കുന്ന ഭൂമിയില. നീ शैतान कब्जा रखने का इच्छा करने वाले भूमि में हो आप। അതുകൊണ്ട് നിനക്കൊരു ഒഫീഷ്യൽ വിസിറ്റ് പോരാ. इसलिए तुझे एक ऑफिशियल विजिट काफी നീ नहीं है। ആവശ്യപ്പെടുമ്പോ മാത്രം പോരാ. तू जब मांगेगा सिर्फ तभी तुझे आकर मिलना काफी नहीं है। നിന്റെ കൂടെ സദാകാലവും അവന്റെ സാന്നിധ്യം സാമീപ്യം ആവശ്യമാണ്. और तुम्हारे साथ सदा समय उस परमेश्वर की उपस्थिति और करीबी आपको बहुत जरूरत है। അപ്പൊ നീ ചിന്തിക്കേണ്ട എന്താ? तो आपको क्या सोचना है? അവന് വരാൻ പറ്റാത്തടത്ത് എനിക്ക് പോകണ്ട. वो मेरा परमेश्वर जहां नहीं आ सकता वहां मुझे नहीं जाना है। എന്റെ അപ്പൻ എന്റെ കൂടെ വരാൻ കഴിയാത്തടത്ത് എനിക്ക് സഞ്ചരിക്കണ്ട. मेरा पिता जो मेरे साथ जिस जगह पर नहीं आ सकता उस जगह पर मुझे नहीं जाना। നിന്റെ ശരീരം മാത്രമല്ലല്ലോ സഞ്ചരിക്കുന്നത്, सिर्फ आपका शरीर ही नहीं आगे നിന്റെ बढ़ता മനസ്സ് है, സഞ്ചരിക്കുമല്ലോ, आपका मन सफर നിന്റെ करता है, ചിന്തകൾ സഞ്ചരിക്കുമല്ലോ. आपका सोच सफर करता है। ഏതു മണ്ഡലം സഞ്ചരിക്കുന്നതും എന്റെ അപ്പന് വരാൻ പറ്റുന്നിടത്തായിരിക്കണം. जो भी स्तर में आप सफर करना चाहते हो वो स्तर में मेरा पिता को तुम्हारे साथ आने होना നിന്റെ चाहिए। ചിന്തകൾക്ക് കർത്താവ് വരാൻ പറ്റാത്തടത്ത് സഞ്ചരിക്കാൻ പാടില്ല. आपका सोच परमेश्वर नहीं आ सकते ऐसे जो है सोच के रीति में नहीं जाना चाहिए। നിന്റെ മനസ്സ് കർത്താവിന് പോകാൻ പറ്റാത്തടത്ത് പോകണ്ട. और परमेश्वर जहां नहीं जा सकता उस जगह पर आपका मन नहीं जाना चाहिए। കാരണം നിന്റെ വിചാരങ്ങൾ പോലും ദൂരത്ത് വെച്ചറിയുന്ന ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ. क्योंकि आपकी कल्पनाओं को भी दूर से जानने वाला एक पिता है हमारा पिता। അതുകൊണ്ട് ആ സഞ്ചാരം പോലും കർത്താവിന്റെ കൂടെ ആയിരിക്കണം. तो वो सफर भी परमेश्वर के साथ होना चाहिए। എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാവും? कितने लोग ये समझ पा रहे हैं? ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ये मैंने आपसे क्यों बांटा? വേദപുസ്തകം മുഴുവനെ എടുത്തു നോക്കിയാൽ आप वचन पूरा अगर देखोगे നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെയും കാണാം, അവന്റെ കൂടെ നമ്മൾ സഞ്ചരിക്കണമെന്ന് കൊതിക്കുന്ന ഒരു ദൈവത്തെയും കാണാം. जो है हमारे साथ सफर करने वाले एक परमेश्वर को भी देखते हैं और हम सारे सोच के साथ उस परमेश्वर के साथ सफर करना ये इच्छा करने वाले परमेश्वर को हम देखते हैं। അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ വന്നപ്പം എഴുതിയത് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും. इसके नए करार में परमेश्वर ने लिखा कि तुम मेरे अंदर और मैं तुम्हारे अंदर हूं। അപ്പൊ ഈ രണ്ട് സൈഡും കർത്താവിന് നിർബന്ധമാണ്. तो ये दोनों साइड परमेश्वर को चाहिए ही। അപ്പൊ നീ സഞ്ചരിക്കുന്നത് അവന്റെ കൂടെ ആയിരിക്കണം. तो आप जो सफर कर रहे हो वो परमेश्वर के साथ होना चाहिए അവൻ നിന്റെ കൂടെ നടക്കാനും ആഗ്രഹിക്കുന്നു. और वो परमेश्वर आपके साथ भी चलना അപ്പൊ चाहता है। അതിന്റെ അർത്ഥം കർത്താവും നീയും കൂടെ ഒത്തിട്ടുള്ള ഒരു യാത്ര ആവശ്യമാണ്. तो आप और परमेश्वर मेल खा के चलने वाली एक सफर की जरूरत है। ഇതാണ് നമ്മുടെ അപ്പനായ അബ്രഹാം ചെയ്ത യാത്ര. और ये ही सफर हमारा पिता इब्राहिम ने किया था। 75 വയസ്സു മുതൽ 99 വയസ്സുവരെ കർത്താവിനോട് ആവശ്യപ്പെട്ടു, നീ എൻ്റെ പുറകെ വരണം. 75 के एज से 99 के एज तक परमेश्वर ने कहा कि तू मेरे पीछे आना है। ഞാൻ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ पाए?
എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ നടപ്പ് അവനെ പഠിപ്പിക്കാൻ കർത്താവ് ശ്രമിക്കുന്നു. उसका अर्थ परमेश्वर अपने चलने के रीति को उसको सिखाना चाह रहा है. 119 സങ്കീർത്തനത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, 119वें भजन संहिता में ऐसा एक अध्याय ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. और बालक को जिस मार्ग में चलना है वो बालक को वो मार्ग की परिशीलता दे. ഞാൻ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ पाए? അപ്പോൾ 75 വയസ്സു മുതൽ 99 വയസ്സുവരെ പിതാവായ ദൈവം അബ്രാമിന് ദൈവത്തിൻ്റെ വോക്കിംഗ് സ്റ്റൈൽ, നടക്കുന്ന സ്റ്റൈൽ അവനെ പഠിപ്പിച്ചു. तो 75 के एज से 99 के इस उम्र तक पिता परमेश्वर अब्राम को जो है अपने चलने के उस तरीके को दिखा रहे हैं. ദൈവത്തിൻ്റെ സ്പീഡ്, पर ദൈവത്തിൻ്റെ ടേസ്റ്റ്, ദൈവത്തിൻ്റെ ഇഷ്ടം, ഇതെല്ലാം 24 വർഷം കൊണ്ട് പഠിപ്പിച്ചു. परमेश्वर का तेज, परमेश्वर की जो है टेस्ट जो है, रुचि जो है, और परमेश्वर की इच्छा जो है, ये 24 सालों में अब्राम को सिखा दिया. ഈ യാത്രയിൽ പലപ്പോഴും തെറ്റുപറ്റിപ്പോയി അബ്രാം. इस सफर में बहुत बार अब्राम से गलतियां हुई. ഈ യാത്ര തുടങ്ങിയപ്പോൾ जब ये सफर നമ്മൾ शुरुआत हुई, 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ जब हम 12वां अध्याय पढ़ते हैं, റൂട്ട് മാറിയ ഒരു അബ്രാമിനെ കാണും. मार्ग से भटका हुआ एक अब्राम को देखते हैं. ഇതൊരു വലിയ സബ്ജക്റ്റ് ആണെന്ന് തൊടുക. वो एक बड़ा विषय है, वो सिर्फ मैं छू रहा हूं अभी. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, और एक बार कहता हूं, ദൈവത്തിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയപ്പോൾ जब वो परमेश्वर के पीछे चलने लगा, എനിക്ക് അവിടെ ദൈവത്തെ ഒന്ന് അവതരിപ്പിക്കണം. वहां पर मैं परमेश्वर को प्रस्तुत करना चाहता हूं. ദൈവം ഇപ്പൊ സഞ്ചരിക്കുന്ന എവിടെയാണെന്നറിയോ? परमेश्वर अभी कहां पर चल रहे हैं? അബ്രഹാമിന്റെ വാഗ്ദത്തത്തിനകത്ത് ദൈവം സഞ്ചരിക്കുക. अब्राम के जो है वायदे के अंदर परमेश्वर चल रहे हैं. കനാൻ അബ്രഹാമിന്റെ വാഗ്ദത്ത ദേശമാണ്. कनान जो है वो इब्राहिम का वायदे का देश है. ഈ നടക്കുന്ന റൂട്ട് സ്വർഗത്തിലേക്കുള്ള റൂട്ടല്ല, അബ്രഹാമിന്റെ ഡെസ്റ്റിനിയിലേക്കുള്ള റൂട്ടാ. ये मार्ग जो है स्वर्ग की ओर जाने वाला मार्ग नहीं, पर इब्राहिम के लक्ष्य की ओर, वायदे की ओर जाने वाला मार्ग है. അവിടെ അബ്രഹാമിന് വേണ്ടി ദൈവം നടക്കുക. वहां पर उस मार्ग में परमेश्वर इब्राहिम के लिए चल रहे हैं. നമ്മുടെ അപ്പനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. हमारे पिता के बारे में जरा एक बार सोचिए. നിനക്ക് തന്ന വാഗ്ദത്തത്തിലേക്ക്, നിനക്ക് തന്ന ഡെസ്റ്റിനിയിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ സ്വർഗം നിന്റെ ഡെസ്റ്റിനിയിൽ ഇറങ്ങി നടക്കുന്നെന്ന്. आपको आपके लक्ष्य के ओर ले जाने के लिए, आपके वायदे के ओर ले जाने के लिए हमारा परमेश्वर आपके लक्ष्य के मार्ग में चल रहा है. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? कितने लोग ये समझ पा रहे हैं? നിങ്ങൾക്കിത് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. मैं विश्वास करता हूं कि आप ये समझ पाए. അബ്രഹാം ഈ നടക്കുന്ന വഴി इब्राहिम जो इस मार्ग में चल ഇവന്റെ रहा है, തലമുറക്കുള്ള വഴിയാ. वो उसके पीढ़ियों के लिए है. അവനിലൂടെ ജനിക്കുന്ന വാഗ്ദത്ത സന്തതികൾക്കുള്ള വഴിയാ. और उसके अंदर से जन्म लेने वाले वायदे के संतानों का मार्ग है. ആ വഴി ഇപ്പൊ ദൈവം തെരഞ്ഞെടുത്തു. वो मार्ग अभी परमेश्वर ने ढूंढ निकाला. എന്തിനു വേണ്ടി? किस बात? അത് തോൽക്കാതെ അബ്രഹാം നടക്കാൻ. उसमें हार माने बिना इब्राहिम चल पाए. इसलिए ഈ വഴി ദൈവത്തിന് അറിയാത്ത വഴിയല്ല. ऐसा नहीं कि ये मार्ग परमेश्वर नहीं പിന്നെ जानते. എന്തിനാ ദൈവമേ നീ അവിടെ നടക്കുന്നേ? फिर परमेश्वर आप वहां क्यों चल रहे हो? അബ്രഹാം തോൽക്കാതിരിക്കാൻ, ताकि इब्राहिम हार ना जाए, അബ്രഹാമിനെ തെറ്റാതിരിക്കാൻ. ताकि इब्राहिम गलत रास्ता ना ले. ഇതാണ് നമ്മുടെ അപ്പൻ. ये है हमारा पिता. സ്വർഗം വെടിഞ്ഞത് എന്തിനാ? उसने स्वर्ग को क्यों छोड़ दिया? എന്തിനാ അവൻ മനുഷ്യരൂപമെടുത്തത്? वो मनुष्य के रूप को क्यों धारण किया?
എന്തിനാ അവൻ നമ്മളിൽ വസിക്കുന്നത്? वो हमारे अंदर क्यों निवास कर അവൻ रहा है? എന്തിനാ നമ്മുടെ കൈക്ക് പിടിച്ചേക്കുന്നത്? उस परमेश्वर ने हमारे हाथ को क्यों पकड़ा है? നമ്മൾ തെറ്റാതിരിക്കാൻ, ताकि हम भटक ना जाए, നമ്മൾ തോക്കാതിരിക്കാൻ, ताकि हम पराजित ना हो जाए, നമ്മൾ വഴിമാറി പോകാതിരിക്കാൻ, ताकि हम रास्ते से भटक ना जाए, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കാൻ, ताकि हम नाशित ना हो जाए, നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ, हमें लक्ष्य के स्थान पर पहुंचाने के लिए। ടാസ്ക് തന്നിട്ടങ്ങ് പോവല്ല, ऐसा नहीं कि जिम्मेदारी दी और फिर निकल गए। കൈക്ക് പിടിച്ച് നമ്മളെ നടത്തുന്നവൻ, हाथ को पकड़ कर चलाने वाला, നമ്മളെ തോളത്ത് വഹിച്ചു കൊണ്ടുപോകുന്നവൻ, हमें कंधे पर लेकर चलने वाला। കർത്താവിനോട് നിന്റെ ഹൃദയത്തിനകത്ത് അവനോടുള്ള സ്നേഹം വർദ്ധിക്കുന്നെങ്കിൽ അവനോട് നന്ദി പറഞ്ഞു തുടങ്ങിക്കാട്ടെ. परमेश्वर के प्रति आपका हृदय में जो प्रेम है, अगर उसमें बढ़ोतरी आ रहा है तो उस परमेश्वर को धन्यवाद देते रहिए। ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग ये समझ पाए? നമ്മുടെ അപ്പൻ നമ്മളോട് പറയാ, വിശ്വാസിയുടെ പിതാവായ അബ്രഹാം നമ്മളോട് പറയാ, हमारा विश्वासियों का पिता इब्राहिम हमसे कह रहा है, നമ്മളുടെ കൂടെ ദൈവം ഉണ്ടായിട്ടും അപ്പം പറയടാ എനിക്ക് തെറ്റുപറ്റിയടാ. पिता कह रहा है हमारे साथ परमेश्वर था फिर भी मुझसे गलती हो गई। എങ്ങനാ തെറ്റുപറ്റിയപ്പാ? पिता कैसे गलती हुआ तुमसे? പിതാവായ അബ്രഹാം നിനക്ക് എങ്ങനാ തെറ്റുപറ്റിയത്? इब्राहिम पिता तुमसे कैसी ये गलती हो गई? ഒരു മിനിറ്റ് ഞാൻ അവനെ മറന്നുപോയടാ. एक क्षण मैं उस परमेश्वर को भूल गया। ഞാൻ അവനെ മറന്നുപോയപ്പോൾ जब मैं उससे भूल गया, എൻ്റെ ചിന്തകൾ അവനെ വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. मेरा सोच उस परमेश्वर को भूल कर आगे बढ़ने लगा। എൻ്റെ വിചാരങ്ങൾ അവനിന് അപ്പുറത്ത് ചിന്തിക്കാൻ തുടങ്ങി. मेरे विचार जो है उस परमेश्वर के विरुद्ध और अलग रास्ते में जाने അതുകൊണ്ട് लगा। എൻ്റെ യാത്ര നേരെ ഓപ്പോസിറ്റ് ആയി പോയി. इसके लिए मेरा सफर जो है अलग मार्ग में चला गया। പക്ഷെ അപ്പൻ വിട്ടില്ലടാ. पर पिता ने कभी छोड़ा नहीं, സ്വർഗീയ അപ്പൻ വിട്ടില്ല. स्वर्गीय पिता ने कभी छोड़ा नहीं मुझे। എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? कितने लोगों को ये वाणी समझ आ रही है? ഞാനത് കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല. मैं अभी ज्यादा उसके बारे में नहीं समझाऊंगा। പിന്നെയും അബ്രാമും ദൈവവും കൂടെ യാത്ര തുടങ്ങി. फिर से अब्राम और परमेश्वर ने सफर को शुरुआत की। ആരാധനയിൽ പാളിച്ച, आराधना में गलतियां आ गई। അവിടെ നിങ്ങൾ നോക്കിക്കേ, वहां पर भी देखिए, അറിവില്ലായ്മയല്ല, ऐसा नहीं कि वो अज्ञानता है, അവന്റെ ചിന്തയിൽ വന്ന വ്യതിയാനം. उसके सोच में आया हुआ बदलावट। പിളർക്കേണ്ടതിനെ പിളർന്നില്ല. जिसको वहां पर काटना था उसने उसे काटा नहीं, अलग नहीं നിങ്ങളൊന്ന് किया। ചിന്തിച്ചേ, ध्यान देना, ശരീരം കൊണ്ട് നമുക്ക് അവനെ വിട്ട് സഞ്ചരിക്കാൻ പറ്റത്തില്ല. शारीरिक तौर पर हम उस परमेश्वर से अलग होकर नहीं चल सकते, കാരണം അവനാ നമ്മുടെ കൂടെ. क्योंकि वो परमेश्वर हमारे साथ। പക്ഷെ അവനില്ലാതെ നിന്റെ ചിന്തകൾക്കും നിന്റെ മനസാക്ഷിക്കും സഞ്ചരിക്കാൻ പറ്റും. पर उस परमेश्वर के छोड़कर आपका सोच और आपका मन जो है सफर कर सकता है। ഞാൻ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ पाए? ആരാധനാ സ്ഥലത്ത് ദൈവമുണ്ട്. आराधना के स्थान पर परमेश्वर है। ഇവൻ വഴിതെറ്റിപ്പോയിടത്തും ദൈവമുണ്ട്. वो जब रास्ता भटक गया वहां पर परमेश्वर പക്ഷെ है, ദൈവവുമായിട്ട് ഇവന് കണക്ട് ആകാൻ പറ്റുന്നില്ല. परमेश्वर के साथ पर ये जुड़ नहीं पा रहा। എന്താ കാരണം? क्या है कारण? ഇവന്റെ മനസ്സ് ദൈവത്തിൽ നിന്നകന്നു. उसका मन परमेश्वर से दूर ഇവന്റെ चला गया, ചിന്തകൾ ദൈവത്തെ വിട്ടുപോയി. इसका सोच परमेश्वर से हटकर निकल गया। എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पाए? ഇതാണ് നമുക്കും പറ്റിയത്. हमारे साथ भी यही हुआ है। നമ്മള് ജോലിക്ക് കർത്താവിനെ വിളിച്ചിട്ട് പോകും, हम काम के लिए हम परमेश्वर को पूछ के പക്ഷെ जाएंगे, ജോലി സ്ഥലത്ത് നമ്മുടെ ചിന്തകൾ കർത്താവിനെ വിട്ട് സഞ്ചരിക്കും. पर काम के जगह पर परमेश्वर को छोड़कर हमारे सोच और सफर करते हैं। നമ്മുടെ മനസ്സ് കർത്താവിനെ വിട്ട് സഞ്ചരിക്കും. हमारा मन परमेश्वर को छोड़कर आगे सफर करता है। നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ, हमारे दोस्तियों में, നമ്മൾ വീട്ടിൽ ചെലവിടുന്ന ലെഷർ ടൈമിൽ, हमारे घर में हम जो आराम की समय बिताते हैं, നമ്മുടെ ചിന്തകൾ
നമ്മുടെ മനസ്സ് ദൈവത്തെ വിട്ട് സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നീ ചിന്തിക്കണം. हमारा सोच, हमारा मन परमेश्वर से दूर होकर जा रहा है या नहीं, आपको ये जांचना है. ആ യാത്രകൾ നിന്നെ കുരുക്കിലെത്തിക്കും. वो सफर आपको जाल में लेके जाएंगे. നിന്റെ മനസ്സ്, നിന്റെ ചിന്ത കർത്താവിനെ വിട്ട് സഞ്ചരിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് പിശാചിന്റെ തന്ത്രങ്ങളിലായിരിക്കും. आपका मन, आपका सोच जब परमेश्वर से भटक कर आगे बढ़ता है, वो जा पहुंचता है शत्रु के तंत्रों के अंदर. ദൈവത്തിൻ്റെ സിസ്റ്റത്തിനകത്തുനിന്ന് അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെയുള്ള ചിന്തകൾ, ദൈവത്തെ വിട്ടുള്ള മനസ്സിൻ്റെ യാത്രകൾ സഞ്ചരിക്കുന്നത് ലോകത്തിലാണ്. परमेश्वर के संविधान से हटकर, परमेश्वर से हटकर आपके जाने वाली सोच, परमेश्वर से हटकर आपका मन जो सफर करता है, वो दुनिया में जो पहुंचता है. നീ നിൽക്കുന്നത് കർത്താവിൻ്റെ കൂടെ ആയതുകൊണ്ട് ദൈവരാജ്യത്തിൽ. आप परमेश्वर के साथ रुके हो, इसके लिए आप जो है परमेश्वर के राज्य के अंदर हो. പക്ഷെ നിന്റെ ചിന്ത സഞ്ചരിക്കുന്നത് ലോകത്തിൽ. पर आपका सोच जो है दुनिया के ओर सफर कर रहा है. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ, ദൈവത്തിൻ്റെ ഹിതങ്ങളിൽ അല്ലാതെ ദൈവത്തെ കൂടാതെ നീ സഞ്ചരിക്കുന്ന ഇടത്തിനാണ് ലോകമെന്ന് പറയുന്നത്. परमेश्वर के इच्छा के विरुद्ध, परमेश्वर को अकेला छोड़कर आपका जो भी सोच सफर करता है, उस जगह को दुनिया कहा जाता है. നിങ്ങൾ ലോകത്തിലുള്ളവരെങ്കിലും ലോകക്കാരല്ലെന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. वचन कहता है कि तुम इस दुनिया में हो, फिर भी तुम इस दुनिया के नहीं हो. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? നിങ്ങൾ നിൽക്കുന്നത് ലോകത്തിലാണെങ്കിലും तुम दुनिया में रुके हो तो भी നിങ്ങൾ ലോകക്കാരല്ലെന്ന് പറയുന്നു. तुम इस दुनिया के नहीं हो ऐसे कहा. അതിന്റെ അർത്ഥം എന്താ? उसका अर्थ क्या है? നിങ്ങൾ നിൽക്കുന്നിട ലോകമാണെങ്കിലും आप खड़े हो वो दुनिया है तो भी അവിടെ ദൈവം ഉള്ളപ്പോൾ उधर അത് ലോകമല്ല, അത് ദൈവത്തിന്റെ രാജ്യമാണ്. वहां पर परमेश्वर जब है, वो दुनिया नहीं, वो परमेश्वर का राज्य है. അവിടെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ചിന്തയും മനസ്സും. वहां पर ही आपका सोच और मन रहना चाहिए. അതുകൊണ്ടല്ലേ ബൈബിൾ പറയുന്നത്, നിന്റെ ഹൃദയം എവിടെ ഇരിക്കുന്നു? നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കുന്നു. इसलिए वचन कहता है कि तुम्हारा हृदय कहाँ है? जहां पर तुम्हारे खजाना है, वहां पर तुम्हारा हृदय है. ഹൃദയം എവിടെ ഉണ്ടോ അവിടെയാണ് നീ. അതാണ് ബൈബിൾ പറയുന്നത്. वचन कहता है कि तुम्हारा हृदय जहां पर है, वहां पर तुम हो. വേദോസ ഭാഷ പറഞ്ഞ നിന്റെ ദേഹി എവിടാണോ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അവിടെ നീ. तो वचन के भाषा में कहे कि आपका प्राण ने जिस जगह को ढूंढ निकाला है, वहां पर आप हो. നിന്റെ മനസ്സും നിന്റെ ചിന്തയും നിന്റെ ഹൃദയവും എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അവിടെയാണ് നീ. आपका मन, आपका सोच, आपका हृदय जिस जगह को ढूंढ निकाल कर है, वहां पर आप हो. അത് കർത്താവ് ഉള്ളിടമാണെങ്കിൽ അത് ദൈവരാജ്യം. अगर वो जगह परमेश्वर जहां है वहां है, तो वो परमेश्वर का राज्य है. നേരെ മറിച്ച് ശരീരം കൊണ്ട് നിങ്ങൾ അവിടെ ആണെങ്കിലും നിങ്ങളുടെ ചിന്ത കൊണ്ട്, നിങ്ങളുടെ ഹൃദയം കൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നാണെങ്കിൽ, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാത്തവനായിട്ടാണെങ്കിൽ നീ ആയിരിക്കുന്ന ലോകത്തിലാണ്. उसी समय शारीरिक तौर पर आप वहां पर हो, पर आपका मन, आपका सोच, आपका हृदय परमेश्वर से दूर हटकर है. अगर वो परमेश्वर के बारे में भूल कर जाने वाली सफर है, तो आप दुनिया के अंदर हो. അങ്ങനെ ആയിരിക്കുമ്പോൾ പിശാച് നിന്നെ ചതിച്ചിരിക്കും. जब वैसा होगा तो शैतान आपको धोखा देगा. നിന്റെ ഹവ്വയുടെ ചിന്തയെ ദൈവത്തിൻ്റെ ചിന്തകളിൽ നിന്നും മാറ്റിയിട്ടാണ് അവളെ ചതിച്ചത്. हवा के सोच को परमेश्वर के सोच में से हटाकर उसे धोखा दिया गया. അപ്പം ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ, ദൈവത്തിൻ്റെ സാമീപ്യത്തെക്കുറിച്ച് ആലോചിക്കാതെ മറ്റു തലങ്ങളിൽ നീ ചിന്തിക്കുകയും നിന്റെ ഹൃദയം വയ്ക്കുകയും ചെയ്താൽ അവിടെ നിന്നെ കുരുക്കാൻ പിശാച് വന്നിരിക്കും.
परमेश्वर के उपस्थिति में रहकर उसके उपस्थिति और करीबी से अगर आपका ध्यान हटा दिया और कोई स्तरों में आपका सोच अगर ले जाया गया तो वहां पर शैतान का तंत्र आपको जाल में लाने के लिए तैयार है। ആമേൻ. അത് പോയെന്നുള്ളതിന്റെ തെളിവാണ് वो सोच वैसा गया, उसका सबूत ये നിന്നിൽ है വന്നിരിക്കുന്ന സംശയങ്ങൾ, आपके अंदर जो शक उत्पन्न हुआ നിന്നിൽ है, വന്നിരിക്കുന്ന അവിശ്വാസം, आपके अंदर अविश्वास जो उत्पन्न हुआ നിന്നിൽ है, വന്നിരിക്കുന്ന ഭയം, आपके अंदर वो भय जो आया है, നിന്നിൽ വന്നിരിക്കുന്ന നിരാശ, आपके अंदर वो निराशा जो आया है, ഇതെല്ലാം നിന്നോട് വിളിച്ചു പറയുക, ये सब आपको बोलकर दे रहे हैं ദൈവത്തിൽ നിന്നും മാറി നീ ചിന്തിച്ചു, परमेश्वर से हटकर आपने सोचा है, ദൈവത്തെ കൂടാതെ നിന്റെ ചിന്തകളും നിന്റെ ഹൃദയവും സഞ്ചരിച്ചു. परमेश्वर के बिना आपका सोच और मन सफर करने लगा। ഇതാണ് മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ നടന്നത്. मार्ता और मरियम के घर पर भी यही हुआ। അതാണ് മാർത്ത പ്രഖ്യാപിക്കുന്നത്. वो ही मार्ता ऐलान कर रही है। മാർത്തയുടെ ചിന്ത എന്താ? मार्ता के सोच में क्या है? അവൻ ഉണ്ടായിരുന്നെങ്കിൽ, अगर वो वहां होता तो ഞാൻ ആത്മാവിൽ പറയും, मैं आत्मा में कहता हूं അവന്റെ ശരീരം ഓടില്ല, परमेश्वर का शरीर वहां പക്ഷെ पर അവന്റെ नहीं है, ഹൃദയം അവിടെ ഉണ്ട്. पर उस परमेश्वर का हृदय वहां पर है। അത് വ്യക്തമായിട്ട് പറയുന്നു. वो व्यक्ति रूप से कहा जाता യേശു സ്നേഹിച്ച, है। यीशु ने प्रेम किया हुआ, അതുകൊണ്ടാണ് യേശു മാർത്തയോട് പറയുന്നത്, इसलिए यीशु मार्ता से कहता है ഞാൻ പുനരുത്ഥാനമാ, मैं पुनरुत्थान, ഞാൻ ജീവനാ, मैं जीवन, നീ എന്നെ വിശ്വസിക്ക. तू मुझ पर विश्वास कर। ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग ये समझ पा रहे हैं? രക്തസ്രാവക്കാരത്തെ സ്ത്രീയോട് ചോദിച്ചേ, लहू के रोग से पीड़ित हुए उस स्त्री से അവിടെ पूछिए ചിന്ത സഞ്ചരിക്കുന്ന എവിടാന്നറിയോ? उसका सोच किधर सफर कर रहा है। അവിടെ ശരീരം ദൂരെയാ, उसका शरीर दूर है പക്ഷെ അവിടെ മനസ്സ് ദൈവത്തിന്റെ റൂട്ടിലാ. पर उसका मन जो है परमेश्वर के मार्ग में है। യേശു ക്രിസ്തുവിന്റെ റൂട്ടിലാ അവിടെ മനസ്സ്. पर यीशु के उस मार्ग में उसका मन लगा है। യേശു ക്രിസ്തുവിന്റെ റൂട്ടിലാണ് അവിടെ ഹൃദയം. यीशु मसीह के मार्ग में है उस स्त्री का हृदय। അവള് പ്രഖ്യാപിക്കുക, वो ऐलान कर रही है, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊടും, मैं उसके वस्त्र के चोटी में तो भी छूऊंगी ഞാൻ സൗഖ്യമാകും. और मैं चंगाई को प्राप्त करूंगी। ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നു? क्या आप समझ पा रहे हो? എത്ര പേർക്ക് പിടികിട്ടുന്നു? कितने लोग ये ग्रहण कर पा रहे हैं? ഞാൻ ആത്മാവിൽ പറയട്ടെ, आत्मा में मैं आपसे कहता हूं, നിന്റെ ദേഹം ദേഹി ആത്മാവ് आपका प्राण, शरीर और आत्मा ദൈവത്തിന്റെ കൂടെ ആയിരിക്കട്ടെ. परमेश्वर के साथ रहे। എത്ര പേർക്ക് പിടികിട്ടുന്നു? कितने लोग समझ पा रहे हैं? ഇതിന്റെ അടുത്ത തലങ്ങൾ പിന്നത്തേതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞോളാം. इसके अगले स्तरों के बारे में मैं फिर कभी आपको सिखाऊंगा। എനിക്കറിയാം ഇത് ഒത്തിരി ഇനി കൂടുതൽ പോയാൽ നിങ്ങൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടാണ്. इससे ज्यादा अगर मैं दूं तो आपको हजम नहीं होगा। അബ്രാമിനോട് ചോദിച്ചേ, अब्राहम से पूछिए। ആരാധനയിൽ എൻ്റെ ശ്രദ്ധ പതറി, आराधना में मेरा ध्यान भटक गया, എൻ്റെ ഹൃദയം പതറി, मेरा हृदय भटक എൻ്റെ गया, ചിന്തയും മനസ്സും പതറി. मेरी सोच और मन भटक गई। യാത്രയിൽ ഞാൻ കർത്താവിനെ ഓർക്കാതെ സഞ്ചരിച്ചു. मेरे सफर में परमेश्वर को याद किए बिना मैंने सफर किया। പിന്നെ അവനോട് ചോദിച്ചാൽ പറയും, എൻ്റെ ഭാര്യയുടെ വാക്കിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വാക്കിനെ ഞാൻ മറന്നു. फिर उससे पूछेंगे तो कहेगा, मेरे पत्नी के शब्द के सामने मैं इस परमेश्वर के शब्दों को भूल गया। ഇങ്ങനെ പരാജയങ്ങൾ വന്ന ഒരു അബ്രാമിനെ 99 വരെ കാണാം. ऐसे पराजय आया हुआ एक अब्राम को हम 99 के एज तक देखते हैं, പക്ഷെ 99 വയസ്സിൽ पर उस 99 उम्र में കർത്താവിൻ്റെ പാദപീഠത്തിൽ മുഴുവനെ സമർപ്പിച്ച് സാഷ്ടാംഗ വീണ ഒരു അബ്രാമിനെ കാണാം. परमेश्वर के उपस्थिति के सामने पूर्ण तरीके से सिर झुकाकर लेट गया हुआ अब्राम को हम देखते हैं। അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു അബ്രഹാമുണ്ട്. वहां से उठकर आने वाला एक इब्राहिम है। ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. एक और कहकर मैं समाप्त करूंगा। 24 വർഷത്തെ അബ്രാമിൽ നിന്നൊരു ഇശ്മായേൽ ജനിച്ചു. 24 साल के अब्राम के अंदर से एक इश्माइल ने जन्म लिया.
99 കഴിഞ്ഞിട്ട് അബ്രഹാമിൽ നിന്നൊരു ഇസഹാക്ക് ജനിച്ചു. और 99 उम्र के बाद इब्राहिम के अंदर से एक इसहाक ने जन्म लिया. 24 വർഷം കേട്ട വാഗ്ദത്തങ്ങൾ 24 साल उसने जो सुना हुए वायदे हैं, ഒരെണ്ണം പോലും സ്വന്തമാക്കാൻ ഇസ്മയേലിന് കഴിഞ്ഞില്ല. उसमें से एक भी इस्माइल अपना नहीं पाया. പക്ഷേ 99 ശേഷം ജനിച്ച ഇസഹാക്ക് पर इसहाक जो 99 उम्र के बाद जन्म लिया, കേട്ട മുഴുവൻ അപ്പൻ കേട്ട മുഴുവൻ വാഗ്ദത്തങ്ങൾ സ്വന്തമാക്കി. पिता ने सुना हुआ सारे वायदों को उसने अपना लिया. എങ്ങനെ അത് സ്വന്തമാക്കി? कैसे अपना लिया? മക്കളുടെ കഴിവുകൊണ്ടല്ല സ്വന്തമായി. बच्चों के काबिलियत के कारण नहीं. 99 ശേഷം മാറ്റം വന്ന ഒരു അപ്പൻ, 99 उम्र के बाद बदलावट आया हुआ एक पिता, ദൈവത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു, सिर्फ पिता के बारे में सोचने वाला, ദൈവത്തോടു കൂടെ മാത്രം നടക്കുന്നു, पिता के परमेश्वर के साथ सिर्फ चलने वाला, ദൈവത്തോടു കൂടെ മാത്രം വസിക്കുന്നു, सिर्फ परमेश्वर के साथ निवास करने वाला. ചിന്തകളിലും വിചാരങ്ങളിലും പ്രവൃത്തികളിലും എല്ലാത്തിലും കർത്താവ് മാത്രമുള്ള ഒരു അബ്രഹാമിനെ കാണാം. अपने सोच विचार सभी में सिर्फ परमेश्वर को ही रखने वाला एक इब्राहिम को हम देखते हैं. ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? ये मैंने आपसे क्यों ആ कहा? അബ്രഹാമിന്റെ സന്തതി वो इब्राहिम के നമ്മൾ संतान. പുതിയ നിയമത്തിൽ കാണുമ്പോൾ हम जब नए करार में देखते हैं, സക്കായി सकाई को हम देखते हैं, കർത്താവ് പറഞ്ഞു അവൻ അബ്രഹാമിന്റെ സന്തതിയാണ്. परमेश्वर ने कहा कि वो इब्राहिम का संतान है. ആ അപ്പന്റെ മകനെ നോക്കിയിട്ട് ദൈവം പറയുക, उस पिता के बेटे को देखकर परमेश्वर कह ലോകം रहा है, മുഴുവൻ നിന്നെ പാപി എന്ന് മുദ്രകുത്തി, दुनिया पूरा तुझे पापी ये बुलाए, പക്ഷെ ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞു पर मैंने तेरे पिता से कहा വീണ്ടെടുക്കുമെന്ന്. मैं जो है तुम्हें उद्धार दूंगा. യേശു അവനെ വീണ്ടെടുത്തു. वाह, यीशु ने उसे उद्धार लिया. 18 വർഷം കൂനിയായ സ്ത്രീ, 18 साल झुकी हुई वो स्त्री, അവള് 18 വർഷം പിശാച് ബന്ധിച്ചിട്ടേക്ക്. 18 साल से शैतान ने उसको बंधुआई में रखा है. പക്ഷെ ദൈവം പറയുക परमेश्वर कह रहा അവൾ അബ്രഹാമിന്റെ മകളാ, है, वो इब्राहिम की बेटी है. ഇവള് ബന്ധിക്കപ്പെട്ടു. वो बंधुआई में थी, പക്ഷെ ഇവിടെ ബന്ധനം അഴിക്കുന്ന വാഗ്ദത്തം ഇവിടെ അപ്പനി കിടപ്പുണ്ട്, पर उसके बंधुआई को तोड़ने वाली वायदा उसके पिता में, അബ്രഹാമി കിടപ്പുണ്ട്. इब्राहिम के अंदर है. അതുകൊണ്ട് എനിക്ക് അവിടെ ബന്ധനം അഴിച്ചേ പറ്റൂ. इसलिए मुझे उसके बंधुआई को तोड़ना ही ഞാനൊരു होगा. കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. एक बात कहकर मैं समाप्त ഇന്നു करूंगा. നീ നടന്നാൽ, आज अगर आप चलोगे, ഇന്ന് നീ ദൈവത്തിന്റെ കൂടെ മാത്രമാണ്, अगर आज से आप सिर्फ परमेश्वर के साथ हो, നിന്റെ ദേഹം ദേഹി ആത്മാവ് സദാ സമയം ദൈവത്തിന്റെ കൂടെ ആണെങ്കിൽ, आपका शरीर प्राण आत्मा सदा समय सिर्फ अगर परमेश्वर के साथ है. ഒന്നുകൂടെ ഞാൻ പറയും, और एक बार कहता നിന്റെ हूं, ദേഹം ദേഹി ആത്മാവ് സദാകാലം ദൈവത്തിന്റെ കൂടെയാണെങ്കിൽ, आपका शरीर आपका प्राण आपकी आत्मा सदा समय अगर परमेश्वर के साथ ही है, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും, कितना साल भी हो जाए, എത്ര തലമുറകൾ കഴിഞ്ഞാലും, कितना पीढ़ियां भी निकल जाए, നീ കേട്ട വാഗ്ദത്തം നിന്റെ തലമുറ പ്രാപിച്ചുകൊണ്ടിരിക്കും. आपने सुना हुआ वायदों को आपकी पीढ़ियां प्राप्त करते रहेंगी. നീ പ്രാപിച്ച വിടുതലുകൾ അവർ പ്രാപിച്ചുകൊണ്ടിരിക്കും. तुमने प्राप्त किया हुआ छुटकारों को आपकी पीढ़ियां प्राप्त करते रहेंगी. അടുത്ത തലമുറയ്ക്ക് വേണ്ടി, अगले पीढ़ी के लिए, അടുത്ത ജനറേഷന് വേണ്ടി, अगले एक पीढ़ी के लिए, നിന്റെ കുടുംബത്തിന് വേണ്ടി आपके परिवार के लिए നമുക്ക് ദൈവത്തിന്റെ കൂടെ നടക്കാം. हम परमेश्वर के साथ നമുക്ക് चलें. ദൈവത്തിന്റെ കൂടെ തന്നെ ആയിരിക്കാം. हम परमेश्वर के साथ ही बने നമ്മുടെ रहे. ദേഹം ദേഹി ആത്മാവ് ദൈവത്തിന്റെ കൂടെ തന്നെ ആകട്ടെ. हमारा शरीर प्राण आत्मा सिर्फ परमेश्वर के साथ रहे. അതിനായി നമ്മളെ തന്നെ ഒരുക്കാം. हम उसके लिए अपने आप को तैयार करेंगे. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. सारे आंखों को बंद करेंगे. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, ഞങ്ങൾ നിന്നെ മറന്ന സമയമുണ്ട്, हम आपको भूले हुए समय है, ഞങ്ങൾ നിന്നെ ഓർക്കാതിരുന്ന സമയമുണ്ട്, हम आपको याद नहीं किया हुआ समय है. ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ ഹൃദയവും ഒക്കെ നിന്നെ വിട്ട് സഞ്ചരിച്ച സമയമുണ്ട്. हमारा मन, हमारा सोच, हमारी इच्छाएं आपसे हटकर सफर किया हुआ समय है. അത് ഞങ്ങളോട് ക്ഷമിക്കണമേ. परमेश्वर वो हमसे क्षमा करना. ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവും മൊത്തമായി അങ്ങയുടെ കൂടെ തന്നെ ആയിരിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരും. हमारा शरीर प्राण आत्मा सदा समय आप ही के साथ रहने के लिए हम अपने आप को समर्पित करते हैं. അതിനെ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ हम उसके लिए अपने आप को समर्पित ഈ करते हैं. ജനത്തെ മുഴുവൻ അതിനായി ഏൽപ്പിക്കുന്നു. आपके सारे बच्चों को उस विषय के लिए समर्पित करते അപ്പൊ हैं. ഞങ്ങൾ ജിയാർച്ച് കുടുംബം ഒരുമിച്ച്
परमेश्वर हम GRH परिवार एक साथ ഞങ്ങളുടെ ദേഹം, ദേഹി, ആത്മാവ് കർത്താവിൻ്റെ കൂടെ തന്നെ ആയിരിക്കാൻ ഏൽപ്പിക്കുന്നു. हमारा शरीर, प्राण, आत्मा परमेश्वर के साथ रहने के लिए हम समर्पित करते थे. അതിനായി ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചു തരും. उसके लिए हम पूर्ण तरीके से अपने आप को समर्पित करते हैं. പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना इसके लिए അടുത്ത धन्यवाद. തലമുറയ്ക്ക് ദൈവത്തിൻ്റെ ജയത്തെ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ കൈമാറാൻ ഞങ്ങളെ ഉപയോഗിച്ചാണ്. अगले पीढ़ी को परमेश्वर के जय और परमेश्वर के वायदों को बांट कर देने के लिए आप हमको बलवंत. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. उसके लिए हम अपने आप को समर्पित മഹത്വം करते हैं. അങ്ങേക്ക്. महिमा आपको. യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में इस प्रार्थना को पूछते हैं. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. इन वचनों के द्वारा परमेश्वर आपको आशीषित ഇതൊരു रखे. പ്രസംഗമായിട്ട് നിങ്ങൾ കാണരുത്. ये एक प्रचार के तौर पर ना देखना. ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. ये परमेश्वर का आपके लिए आया हुआ परमेश्वर का आवाज അതിന്റെ वाणी है. മുഴു കരുത്തോടെ അത് സ്വീകരിക്കണം. उसे उसकी पूर्ण बल में स्वीकार करना. എല്ലാ കണ്ണുകളും അടച്ചോട്ടെ. सभी आंखों को बंद करेंगे. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, पिता परमेश्वर का प्रेम, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, पुत्र यीशु मसीह का कृपा, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ पवित्र आत्मा की संगति നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. हम सभी के साथ सदा के लिए बनी रहे. आमेन. आमेन. ആമേൻ. आमेन. കർത്താവായ യേശുവേ വേഗം വരണം. प्रभु यीशु मसीह बहुत जल्द आना. God bless you all.